RJ സിവിൽ സർവീസ് അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ സയൻസിൻ്റെ രണ്ടാമത്തെ ഭാഗമായ ജോഗ്രഫി എന്നുള്ള കാറ്റിൻ്റെ ഉറവിടം തേടി ഇൻ സെർച്ച് ഓഫ് ദി സോഴ്സ് ഓഫ് വിൻഡ് എന്ന പാഠഭാഗത്തെക്കുറിച്ചുള്ള വീഡിയോ ആണിത്. ഈ ചാപ്റ്ററിൽ നിന്ന് SLC പരീക്ഷയ്ക്ക് 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. ഒരു എസ്എ ക്വസ്റ്റിനും കൂടാതെ ഒരു 3 മാർക്കിൻ്റെ ചോദ്യം. എസ്എ ക്വസ്റ്റിന് 5 മാർക്കാണ്. അതുകൊണ്ട് തന്നെ ഈ പാഠം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പാഠവുമായി ബന്ധപ്പെട്ട ആദ്യ വീഡിയോ നമ്മൾ കണ്ടതാണ്. ആദ്യ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക്, ആദ്യ വീഡിയോയുടെ ലിങ്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ ആദ്യ വീഡിയോയിൽ കണ്ടത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങളെക്കുറിച്ച് കണ്ടു. അതേപോലെ പ്രഷർ ബെൽറ്റ്, അതൊന്നും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. മർദ്ദ മേഖലകളെക്കുറിച്ച് കണ്ടു. 4 മർദ്ദ മേഖലകളുണ്ട്. കൂടാതെ കാറ്റ് എന്താണെന്ന് നമ്മൾ കണ്ടു. ദ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഓഫ് എയർ ഫ്രം എ ഹൈ പ്രഷർ സോൺ ടു എ ലോ പ്രഷർ സോൺ. തിരശ്ചീന തലത്തിലുള്ള വായുപ്രവാഹം എവിടെ നിന്ന് എങ്ങോട്ട്? ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്ക്. അത് നമ്മൾ കൃത്യമായിട്ട് കണ്ട്. കാറ്റ് വീശുന്ന ഉച്ചമർദ്ദത്തിൽ നിന്ന് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക്, ന്യൂനമർദ്ദത്തിലേക്ക്. അതുപോലെ തന്നെ അടുത്തത് കണ്ടത് സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി വിൻഡ് ആണ്. അതായത് കാറ്റിൻ്റെ വേഗതയും ദിശയും സഹായിക്കുന്ന 3 ഘടകങ്ങൾ: പ്രഷർ, ഗ്രേഡിയൻറ്റും കൊറിയോലിസ് ഫോഴ്സും, ഫ്രിക്ഷനും, ഘർഷണവും കൊറിയോലിസ് പ്രഭാവവും, അതുപോലെ തന്നെ മർദ്ദ ചെരിവും. ഈ 3 കാര്യങ്ങൾ കണ്ടു. എന്നാൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ശ്രദ്ധിക്കുക, എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഈ പാഠത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട എസ്എ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗം കൂടിയാണ്. 4 രീതിയിലുള്ള കാറ്റുകളാണ് എന്നുള്ളത്. അത് 4 കാറ്റുകളെ കുറിച്ചാണ് നമ്മൾ ഈ ഭാഗത്ത് വിശദീകരിക്കുന്നത്. ശ്രദ്ധിക്കുക. ആദ്യത്തെ കാറ്റ് പ്ലാനറ്ററി വിൻഡ്സ് ആണ്, ആഗോളവാദങ്ങളാണ്. അതായത് ഗ്ലോബൽ പ്രഷർ ബെൽറ്റിനുള്ളിൽ വീശുന്ന കാറ്റുകളെയാണ് ഈ പ്ലാനറ്ററി വാദങ്ങൾ, ആഗോളവാദങ്ങൾ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തേത്, അത് 3 ആഗോളവാദങ്ങളുണ്ട്. ഒന്ന് ട്രേഡ് വിൻഡ്സ്, ഒന്ന് ട്രേഡ് വിൻഡ്സ് അഥവാ വാണിജ്യവാദങ്ങൾ. രണ്ടാമത്തേത് വെസ്റ്റർലൈസ് അഥവാ പശ്ചിമവാദങ്ങൾ. മൂന്നാമത്തേത് പോളാർ വിൻഡ്സ് അഥവാ ധ്രുവീയവാദങ്ങൾ. ഇത് പൊതുവേ നിങ്ങൾ ഈ പാഠത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് പോകാം. അടുത്തത് പീരിയോഡിക് വിൻഡ്സ് ആണ്, കാലികവാദങ്ങൾ. കാലികവാദങ്ങൾ എന്ന് പറയുമ്പോൾ അത് മൺസൂൺ കാറ്റുകൾ നമുക്ക് ആദ്യം കാണാം. പ്രധാനമായും കാറ്റ്, ഒരു വർഷത്തിൽ തന്നെ കാറ്റിൻ്റെ ഗതി തിരിഞ്ഞു വരുന്ന കാറ്റുകളാണ് ഈ മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. ഈ മൺസൂൺ കാറ്റുകൾ 2 രീതിയിലുണ്ട്. അത് നമ്മൾക്ക് പഠിക്കും. തെക്ക് പടിഞ്ഞാറൻ മൺസൂണും അതേപോലെ വടക്ക് കിഴക്കൻ മൺസൂണും. അത് നമ്മൾ പഠിക്കും. സൗത്ത് വെസ്റ്റും അത് നോർത്ത് ഈസ്റ്റും. അതുപോലെ തന്നെ മറ്റൊരു പീരിയോഡിക് വിൻഡ്സ് ആണ്, കാലികവാദങ്ങളാണ്, സീസണൽ വിൻഡ്സ് ആണ്. ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ്, അതായത് കരക്കാറ്റും കടൽക്കാറ്റും ആ കാര്യങ്ങൾ. അതുപോലെ മൂന്നാമത്തേത് മൗണ്ടെയിൻ വിൻഡ്സ് ആൻഡ് വാലി ബ്രീസ്, പർവ്വതക്കാറ്റ് താഴ്വരക്കാറ്റ്. അപ്പോൾ കാലികവാദങ്ങൾ 3 ഉണ്ട്. പ്ലാനറ്ററി വിൻഡ്സ്, ആഗോളവാദങ്ങൾ 3 ഉണ്ട്. അടുത്തത് ലോക്കൽ വിൻഡ്സ്. ഈ പാഠത്തിൽ പ്രധാനമായിട്ടും 6 ലോക്കൽ വിൻഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. നോക്കുക. ഒന്ന്, ഫസ്റ്റ് ചിനൂക്ക്, അതേപോലെ സെക്കൻഡ് ഫൊൻ. ചിനൂക്കിനെ മഞ്ഞുതീനി എന്നാണ്, സ്നോ ഈറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ഫൊന്ന്, അതുപോലെ ഹർമാറ്റൺ. അതേപോലെ 4-മത്തേത് ഇന്ത്യയിൽ വീശുന്നതാണ് ലൂ. അതേപോലെ മാംഗോ ഷവർ ഇന്ത്യയിൽ വീശുന്നതാണ്. അതേപോലെ കാൽവൈശാഖി. ഈ 6 പ്രാദേശികവാദങ്ങൾ, പ്രാദേശിക തലത്തിൽ വീശുന്ന കാറ്റുകളാണ്. വലിയ ശക്തിയോടുകൂടി വീശുന്നതല്ല, ചെറിയ പ്രദേശത്ത് വീശുന്ന കാറ്റുകൾ. അടുത്തത് 4-മത്തേത് വേരിയബിൾ വിൻഡ്സ്. ഇത് വളരെ ശക്തിയോടെ വീശുന്ന കാറ്റുകളാണ്. പുതിയതായിട്ട് നമ്മുടെ പാഠഭാഗത്ത് കൂട്ടിച്ചേർത്ത 2 കാര്യങ്ങളാണ് ഈ വേരിയബിൾ വിൻഡ്സിലുള്ളത്. അന്തരീക്ഷത്തിലുണ്ടാകുന്ന താപവ്യതിയാനങ്ങൾ മൂലം ഉണ്ടാകുന്ന, മർദ്ദവ്യതിയാനങ്ങൾ മൂലം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ 2 കാറ്റുകളും ഉണ്ടാകുന്നത്. സൈക്ലോൺസും ആൻറ്റി സൈക്ലോൺസ്, ചക്രവാതങ്ങളും പ്രതിചക്രവാതങ്ങൾ. ഇപ്പം നമുക്ക് ഈ പാഠത്തെക്കുറിച്ച് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. 4 വ്യത്യസ്ത രീതിയിലുള്ള കാറ്റുകളുണ്ട്. 1 പ്ലാനറ്ററി വിൻഡ്സ്, 2 പീരിയോഡിക് വിൻഡ്സ്, 3 ലോക്കൽ വിൻഡ്സ്, 4 വേരിയബിൾ വിൻഡ്സ്. അതായത് ആഗോളവാദങ്ങൾ, കാലികവാദങ്ങൾ, പ്രാദേശികവാദങ്ങൾ, അസ്ഥിരവാദങ്ങൾ. നമുക്ക് ഈ ഓരോന്നിനെ കുറിച്ചും കഴിഞ്ഞ വർഷം വന്ന ക്വസ്റ്റ്യൻ പേപ്പറിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് നോക്കാം. ഓരോന്ന് എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. SLC മാർച്ച് 2018 3 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഐഡന്റിഫൈ ദ പ്ലാനറ്ററി വിൻഡ്സ് ബ്ലോയിങ് ഇൻ ബിറ്റ്വീൻ ദ ഫോളോയിങ് പ്രഷർ ബെൽറ്റ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ് പ്രഷർ ബെൽറ്റ് ഏതൊക്കെയാണെന്നുള്ളത്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഉണ്ട്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ട്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ഉണ്ട്, അതുപോലെ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. അതായത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുണ്ട്, ഉപോഷ്ണ മേഖല ഉച്ചമർദ്ദ മേഖലയുണ്ട്, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയുണ്ട്, അതുപോലെ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയുണ്ട്. ഈ 4 മേഖലകൾക്കിടയിൽ അനുഭവപ്പെടുന്ന കാറ്റുകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇവിടെ ചോദ്യം. നോക്കുക. between the polar high and subpolar lows, between subtropical highs and equatorial low, between subtropical highs and subpolar lows. ഈ മേഖലകളിൽ
അനുഭവപ്പെടുന്ന കാറ്റ് ഏതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ മലയാളം നോക്കുക. താഴെ പറയുന്ന മർദ്ദമേഖലകൾക്കിടയിൽ വീശുന്ന ആഗോളവാദങ്ങൾ ഏതൊക്കെ? പ്ലാനറ്ററി വിൻസ് ഏതൊക്കെ? ധ്രുവീയ ഉച്ചമർദ്ദമേഖലയ്ക്ക് ഉപധ്രുവീയ ന്യൂനമർദ്ദമേഖലയ്ക്ക് ഇടയിൽ, ഉപോഷ്ണ ഉച്ചമർദ്ദമേഖലയ്ക്ക് മധ്യരേഖ ന്യൂനമർദ്ദമേഖലയ്ക്ക് ഇടയിൽ, ഉപോഷ്ണ ഉച്ചമർദ്ദമേഖലയ്ക്ക് ഉപധ്രുവീയ ന്യൂനമർദ്ദമേഖലയ്ക്ക് ഇടയിൽ. അപ്പോൾ ഈ കാറ്റുകൾ ഏതൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇതേപോലെ തന്നെ വേറെ ഇത് തിരിച്ചും വേറൊരു ചോദ്യങ്ങൾ വരാം. നമുക്ക് SLC മോഡൽ 2019 3 മാർക്കിൻ്റെ ചോദ്യം, അതുപോലെ SLC മാർച്ച് 2018 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടൊക്കെ ഇത് വന്നിട്ടുണ്ട്. എന്താണ് താഴെ പറയുന്ന കാറ്റുകൾ ഓരോന്നും ഏതെല്ലാം മർദ്ദമേഖല? കണ്ടോ, തിരിച്ചു ചോദിച്ചു. അപ്പോൾ 3 കാറ്റുകളാണ് ആ മർദ്ദമേഖലക്കിടയിൽ വീശുന്നത് നമുക്ക് ഉറപ്പിക്കാം. ഒന്ന് പശ്ചിമവാദങ്ങൾ, വാണിജ്യവാദങ്ങൾ, ധ്രുവീയവാദങ്ങൾ. ഇവിടെ ചോദിച്ചത് ഈ വാദങ്ങൾ ഏത് മർദ്ദമേഖലകൾക്കിടയിലാണ് വീശുന്നത് എന്നുള്ളത്. കാരണം ഇത് രണ്ടും ഒരേ ഉത്തരം പഠിച്ചാൽ മാത്രം മതി നമുക്ക് മുഴുവൻ മാർക്ക് സ്വന്തമാക്കാം. നമുക്ക് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഒന്നാമത്തെ ഉത്തരം നോക്കാം. ആദ്യം ട്രേഡ് വിൻസ് എന്നാണ് നോക്കേണ്ടത്. ഈ മർദ്ദമേഖലകൾക്കിടയിൽ വീശുന്ന ആദ്യത്തെ കാറ്റാണ് എന്ത്? വാണിജ്യവാദങ്ങൾ. അതായത് പ്ലാനറ്ററി വിൻസിനെ 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയവാദങ്ങൾ. ട്രേഡ് വിൻസ്, വെസ്റ്റർലൈസ്, പോളാർ ഈസ്റ്റർലൈസ്. ഈ 3 ട്രേഡ് വിൻസ്, വെസ്റ്റർലൈസ്, പോളാർ ഈസ്റ്റർലൈസ്. ഈ പ്രഷർ ബെൽറ്റിനിടയിൽ വീശുന്ന 3 കാറ്റുകളാണ്. 1 വാണിജ്യവാദങ്ങൾ, 2 വെസ്റ്റർലൈസ് പശ്ചിമവാദങ്ങൾ, 3 ധ്രുവീയവാദങ്ങൾ. ആദ്യത്തെ നമുക്ക് നോക്കാം. ഇത് കൃത്യമായിട്ട് എഴുതിയെടുത്ത് പഠിക്കണം. ട്രേഡ് വിൻസ് ഇതിനകത്ത് നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ട് വീശുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് ശ്രദ്ധിക്കുക. ഇതിന് വിസ്തീർണം വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്. വാണിജ്യവാദങ്ങൾ. വിൻസ് ബ്ലോസ് ഫ്രം സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ടു ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. നോക്കിയേ, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഈ ഏരിയയിൽ നിന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഇങ്ങോട്ട് വീശുന്നു. അതായത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്നതാണ് എന്ത്? ട്രേഡ് വിൻസ്. സബ് ട്രോപ്പിക്കൽ. അത് നോർത്തിലും സൗത്തിലും ഉണ്ട്. നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും സൗത്തിൽ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്നാണ് ഇത് വിളിക്കുന്നത്. അപ്പോൾ ട്രേഡ് വിൻസ് ആണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് ഇതാണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നതാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നതാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് ഏത്? ട്രേഡ് വിൻസ് അഥവാ വാണിജ്യവാദങ്ങൾ. ആ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇത് ഏതൊക്കെ അക്ഷാംശങ്ങളിലാണ്? 30 ഡിഗ്രി അക്ഷാംശങ്ങളിൽ നിന്ന് 0 ഡിഗ്രി. ഇത് 30 ഇവിടുന്ന് 30 നിന്ന് 0. അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത വാദങ്ങൾ വെസ്റ്റർലൈസ് ആണ് രണ്ടാമത്തെ. അപ്പോൾ ആദ്യത്തെ നമ്മൾ കണ്ട് ഈ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തു. ഈ ഭാഗത്ത് ആകെ ട്രേഡ് വിൻസ് വാണിജ്യവാദങ്ങൾ മാത്രമേ വീശുന്നുള്ളൂ. ആ വാണിജ്യവാദങ്ങൾ ഉത്തരാർദ്ധഗോളത്തിൽ അത് വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളായിട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളും. അപ്പോൾ ഇവിടെ നോർത്ത് ഈസ്റ്റും ഇവിടെ സൗത്ത് ഈസ്റ്റും ട്രേഡ് വിൻസ് ആയിട്ടാണ് അറിയപ്പെടുന്നത് മാത്രം. അടുത്തത് രണ്ടാമത്തെ നമ്മൾ വെസ്റ്റർലൈസ് അഥവാ പശ്ചിമവാദങ്ങൾ എന്നറിയും. ഇതെവിടെയൊക്കെയാണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന്. അതായത് ഇവിടെ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയ്ക്ക് ഇംഗ്ലീഷ് പറയുന്നത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയ്ക്ക് പറയുന്നത് സബ് പോളാർ ലോ പ്രഷർ. അതായത് 30 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രിയിലേക്ക് വീശുന്ന കാറ്റുകളാണ് വെസ്റ്റർലൈസ് അഥവാ പശ്ചിമവാദങ്ങൾ. അതായത് 30 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രി ഈ ഭാഗത്ത് വീശുന്ന കാറ്റുകൾ എന്താണ്? വെസ്റ്റർലൈസ് അഥവാ പശ്ചിമവാദങ്ങൾ. അടുത്തത് നമുക്ക് നോക്കാം. മൂന്നാമത്തെ നോക്കുക. പോളാർ ഈസ്റ്റർലൈസ് എന്ന് പറയുമ്പോൾ ധ്രുവീയവാദങ്ങളാണ്. ഇത് എവിടെ നിന്ന് അങ്ങോട്ട്? ഇവിടെ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ഇവിടെ നോക്കുക. അതേപോലെ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ഇവിടെ പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് എപ്പോഴും ഹൈ പ്രഷറിൽ നിന്നോ ലോ പ്രഷറിലേക്ക് വീശുള്ളൂ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. സബ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് ഇങ്ങോട്ട് വീശുന്നു. അപ്പോൾ പോളാർ ഹൈ പ്രഷറിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക്. ഇവിടെയും അതേപോലെ സൗത്തിലും അങ്ങനെ തന്നെ പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. ഇതിൽ നിന്ന് നമ്മളൊരു പാഠം പഠിക്കേണ്ടത് എന്താണ്? എപ്പോഴും ഹൈ പ്രഷറിൽ നിന്നോ ലോ പ്രഷറിലേക്ക് വീശുള്ളൂ. ഇവിടെ നോക്കിയാൽ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷറിൽ നിന്ന് ഈക്വറ്റോറിയൽ ലോ പ്രഷറിലേക്ക്. അതായത് ഇവിടുന്ന് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷറിൽ നിന്ന് എന്താണ്? സബ് പോളാർ ലോ പ്രഷറിലേക്ക്. എപ്പോഴും ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ് കാറ്റുകൾ വീശുന്നത്. പക്ഷേ ഈ മേഖലയിൽ വീശുന്ന കാറ്റുകൾക്ക് പേര് എന്താണ്? ധ്രുവീയവാദങ്ങൾ അഥവാ പോളാർ ഈസ്റ്റർലൈസ്. ഈ മേഖലയിൽ വീശുന്നത് അതായത് 90 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രി വീശുന്ന കാറ്റുകളാണ് പോളാർ ഈസ്റ്റർലൈസ് അഥവാ ധ്രുവീയ വാദങ്ങൾ. അപ്പോൾ ഇത്രയും കണ്ടാൽ നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ കിട്ടി. അത് ഏതൊക്കെ മർദ്ദമേഖലകൾക്കിടയിലാണ് വീശുന്നതെന്ന് കിട്ടി. അതിൻ്റെ പേരെന്താണ്? 3 പേരുണ്ട്. 1 ട്രേഡ് വിൻസ് അഥവാ വാണിജ്യവാദങ്ങൾ, 2 വെസ്റ്റർലൈസ് അഥവാ പശ്ചിമവാദങ്ങൾ, മൂന്നാമത്തേത് എന്താണ്? പോളാർ ഈസ്റ്റർലൈസ് അഥവാ ധ്രുവീയവാദങ്ങൾ.
അടുത്തത് ഇതിന്റെ വിസ്തീർണം ചോദിക്കാം. നോക്കാം. ഡിസ്ക്രൈബ് എനി 2 പ്ലാനറ്ററി വിൻഡ് സിസ്റ്റം. ഏതെങ്കിലും 2 ആഗോള വ്യവസ്ഥകൾ വിശദമാക്കുക. പ്രധാനമായും പ്ലാനറ്ററി വിൻഡ് സിസ്റ്റം എന്ന് പറയുന്നത് ആഗോള വാത വ്യവസ്ഥകൾ എന്നറിയപ്പെടുന്നത് 3 ഒന്ന് ട്രേഡ് വിൻസ് വാണിജ്യവാദങ്ങൾ, 2 വെസ്റ്റർലൈസ് പശ്ചിമവാദങ്ങൾ, 3 ധ്രുവീയവാദങ്ങൾ അതായത് പോളാർ ഈസ്റ്റർലൈസ്. ഈ 3 ഏതെങ്കിലും 2 കുറിച്ച് വിശദമാക്കാൻ 2020 നമുക്ക് ഈ വർഷത്തെ SLC പരീക്ഷയ്ക്ക് 5 മാർക്കിന്റെ ചോദ്യം ചോദിച്ചതാണ്. അപ്പോൾ എന്തായാലും വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അടുത്തൊരു ചോദ്യം നോക്കി. അത് 2016 2019 വന്ന ചോദ്യമാണ്. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് പ്ലാനറ്ററി വിൻസ് ബേസ്ഡ് ഓൺ ഹിൻസ്. താഴെ തന്നിരിക്കുന്ന ആഗോളവാദങ്ങളെ അവയുടെ സൂചനകളുടെ അടിസ്ഥാനത്തിൽ വിശദമാക്കുക. ആഗോളവാദങ്ങൾ ട്രേഡ് വിൻസ്, വെസ്റ്റർലൈസ്, പോളാർ വിൻസ്. അപ്പോൾ പോളാർ ഈസ്റ്റർലൈസ്, പോളാർ വിൻസ്, ധ്രുവീയവാദങ്ങൾ. അപ്പോൾ ഇവയുടെ സൂചന കൊടുത്തിട്ടുണ്ട്. ഡയറക്ഷൻ എങ്ങനെയാണ്, ഏതൊക്കെ പ്രഷർ ബെൽറ്റിനിടയിലാണെന്നാണ് അവിടെ ചോദിക്കുന്നത്. ആ ഡയറക്ഷൻ, അതേപോലെ പ്രഷർ ബെൽറ്റ്, മർദ്ദ മേഖലകൾ ഏതൊക്കെയാണെന്നുള്ള അതിൻ്റെ ദിശ എങ്ങനെ, അതാണ് അതിൻ്റെ ഹിൻസ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവും നേരത്തെ തന്ന 2 ആഗോളവാദങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഉത്തരവും ഒന്ന് തന്നെയാണ്. കാരണം ഇതിൽ ഏതെങ്കിലും 2 കുറിച്ച് വിശദീകരിക്കാനാണ്, ഇവിടെ 3. അപ്പോൾ നമുക്ക് ഈ 3 കുറിച്ച് വിശദീകരിച്ച് പഠിക്കുകയും ചെയ്യണം. അതിൻ്റെ നോട്ട് നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുത്ത് പഠിക്കണം. കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം പഠിക്കുക. ആദ്യത്തെ ട്രേഡ് വിൻസ് നമ്മൾ പഠിക്കുക. ആദ്യത്തെ പോയിന്റ് നോക്കുക. വിൻസ് ബ്ലോ ഫ്രം സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ടു ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ആർ ട്രേഡ് വിൻസ്. നിങ്ങൾ വെറുതെ കാണാപ്പാടം പഠിക്കരുത്. ഇത് മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് ഇതിനകത്തൊന്നും പഠിക്കാനില്ല. വിൻസ് ബ്ലോ ഫ്രം സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ഇവിടെ നോക്കുക. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത് ഇതാണല്ലോ, നമ്മൾ നേരത്തെ കണ്ടതാണ്. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് എങ്ങോട്ട് വരുന്നു? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. എപ്പോഴും ഹൈ പ്രഷറിൽ നിന്നോ ലോ പ്രഷറിലേക്ക് കാറ്റ് വീശുള്ളൂ, അതറിയാമല്ലോ. അപ്പോൾ 30 ഡിഗ്രിയിൽ നിന്ന് 0 ഡിഗ്രിയിലേക്ക് വീശുന്നു. ഒന്നാമത്തെ പോയിന്റ് ആർക്കും വിഷമമില്ല. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റ്, ഉപദ്രവീയ ന്യൂനമർദ്ദം. ഒന്നാമത്തെ പോയിന്റ് മലയാളം മീഡിയംകാർക്ക് ഇംഗ്ലീഷ് മീഡിയംകാർക്ക് മനസ്സിലായി. അടുത്തത് 2ാമത്തെ പോയിന്റ് നോക്കിയേ. ദേ ബ്ലോ ഫ്രം നോർത്ത് ഈസ്റ്റ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് സൗത്ത് ഈസ്റ്റ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. ഇത് എങ്ങനെയാണ് വീശുന്നത്? അത് ഉത്തരാർദ്ധഗോളത്തിൽ എന്ത് ഡയറക്ഷനിലാണ്? വടക്ക് കിഴക്ക്. ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടാണ് വടക്ക് കിഴക്ക്. വടക്ക് കിഴക്ക്. നമുക്കറിയാം ഈ മോൾഭാഗം വടക്കാണല്ലോ, ഈ സൈഡ് കിഴക്കാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ഇവിടുന്ന് ഇങ്ങോട്ട്, അതിന് എവിടുന്നാണ് കാറ്റ് വീശുന്നത് അതാണ് അതിൻ്റെ പേര് വരാൻ കാരണം. അപ്പോൾ വടക്ക് കിഴക്ക് ദിശയിൽ നിന്ന് വീശുന്നു എന്നുള്ളതാണ്. ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് കിഴക്ക്. നോർത്ത് ഈസ്റ്റ്. ഇതിൻ്റെ ഡയറക്ഷൻ വരുന്നത് നോർത്ത് ഈസ്റ്റാണ്. ഈ ആരോമാർക്ക് ഇട്ടേക്കുന്നത് നോർത്ത് ഈസ്റ്റ്. അതേപോലെ ദക്ഷിണാർദ്ധഗോളത്തിന് നമുക്ക് ഇത് നമുക്കറിയാം, ഇതും കിഴക്കാണ്, ഈസ്റ്റാണ്. അതേപോലെ ഇത് സൗത്ത് ആണ്. അപ്പോൾ സൗത്ത് ഈസ്റ്റ്, ഇതിൻ്റെ പേര് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ്. അത് 2ാമത്തെ പോയിന്റ് മനസ്സിലായിട്ടുണ്ടാവും. ദേ ബ്ലോ ഫ്രം ദി നോർത്ത് ഈസ്റ്റ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് സൗത്ത് ഈസ്റ്റ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് കിഴക്ക് ദിശയിൽ നിന്ന്, ദക്ഷിണാർദ്ധഗോളത്തിൽ തെക്ക് കിഴക്ക് ദിശയിൽ നിന്നും വീശുന്നു. അതുകൊണ്ട് ഇതിന് ആ രീതിയിൽ വാണിജ്യവാദങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്നു. അടുത്തത് നോക്കുക. ഇത് സോൺ വേർ ദ 2 pressure belts converge together is called intertropical convergence zones. ഇപ്പോൾ നോക്കുക. ഈ 2 നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസും സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ്, അതായത് വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ കൂട്ടിമുട്ടും. എവിടെ വെച്ച്? ഈ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് വെച്ച് കൂട്ടിമുട്ടും. 2ഉം കൂടെ കൂട്ടിമുട്ടും. ഈ സോണിനെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഈ 2 വാദങ്ങൾ സംഗമിക്കുന്ന പ്രദേശത്തിന് പറയുന്ന പേരാണ് എന്ത്? ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺസ്. ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺസ്. ഇത് 2 ഇവിടുന്ന് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് നോർത്തിൽ നിന്ന് വരുന്ന കാറ്റും അതേപോലെ സൗത്തിൽ നിന്നുള്ള സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വരുന്നത് 2ഉം കൂടെ വന്ന് സംഗമിക്കുന്ന ഒരു വരയുണ്ട്. ഇവിടെ ഒരു വൈറ്റ് വര കണ്ടോ, ഇക്വറ്റോറിയൽ ലോ പ്രഷർ. ആ സോണിന് പറയുന്ന പേരാണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺസ്. അപ്പോൾ ഈ 3 പോയിന്റ് ട്രേഡ് വിൻസിനെ ചോദിച്ചാൽ ഈ 3 പോയിന്റ് മസ്റ്റായിട്ട് എഴുതിയിരിക്കണം. കൃത്യമായി 3 പോയിന്റ് ഓർത്തിരിക്കുക. ഇനി നമുക്ക് 2ാമത്തെ വെസ്റ്റർലൈസിനെ കുറിച്ച് നോക്കാം. വെസ്റ്റർലൈസ് എന്താണ്? വെസ്റ്റർലൈസ് പശ്ചിമവാദങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ച എവിടെ നിന്ന് എങ്ങോട്ടാണ് കാറ്റ് വീശുന്നത് എന്നുള്ളത് കൃത്യമായിട്ടും. എവിടെയാ ഹൈ പ്രഷർ? 30 നിന്ന് 60ലേക്കാണ് അല്ലേ. അപ്പോൾ ഹൈ പ്രഷർ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റാണ്. നമുക്ക് ബ്ലോ ഫ്രം സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ സോൺസ് ടു സബ് പോളാർ ലോ പ്രഷർ. സബ് ട്രോപ്പിക്കൽ ഹൈ നിന്ന് സബ് പോളാറിലേക്ക് വീശുന്നു. അതായത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക്. ഇനി ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഡയറക്ഷൻ ഓഫ് ദീസ് വിൻസ് ഈസ് മോസ്റ്റ്ലി ഫ്രം വെസ്റ്റ്. എല്ലാം എവിടെ നിന്നാണ് വരുന്നത്? ഈ ഡയറക്ഷൻ എന്താ പറയുക? ഈ ഡയറക്ഷൻ പറയുന്നത് വെസ്റ്റ്. ഇത് വെസ്റ്റിലല്ലേ? വെസ്റ്റിൽ നിന്നാണ് ഇത് വരുന്നത്. ഇവിടെ നോക്കുക, പടിഞ്ഞാറ് നിന്ന് വരുന്നു. എല്ലാ കാറ്റുകളും ഏത് ഡയറക്ഷനിലാണ് വരുന്നത്? ഇത് വെസ്റ്റിൽ നിന്നാണ് വരുന്നത്. ശ്രദ്ധിക്കുക, വെസ്റ്റിൽ നിന്ന്. ഇത്
ഈ കാറ്റുകൾ പൂർണ്ണമായിട്ട് ഇരു അർദ്ധഗോളങ്ങളിലും കാറ്റിൻ്റെ ദിശ ഏറെക്കുറെ പടിഞ്ഞാറ് എന്നാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് എവിടെ നിന്നാണ്? ഇതാ ഈ ഭാഗത്ത്, ഇത് വെസ്റ്റിൽ നിന്നാണ്, ഈ ഭാഗത്തു നിന്നാണ് വരുന്ന കാറ്റ്. അപ്പോൾ ഇത് വെസ്റ്റിൽ നിന്ന് വരുന്നതുകൊണ്ട് ഇതിനെ എന്ത് പറയുന്നു? ഇത് അതുകൊണ്ടാണ് ഇതിനെ പശ്ചിമവാദങ്ങൾ, പശ്ചിമം, പടിഞ്ഞാറ്, വെസ്റ്റ്, അതാണ് പശ്ചിമ. അത് പേര് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നുള്ള കാര്യം മനസ്സിലായി. ഡയറക്ഷൻ ഓഫ് ദീസ് വിൻഡ്സ് ഈസ് മോസ്റ്റ്ലി ഫ്രം വെസ്റ്റ്. ഇനി തേർഡ് പറയുന്ന നോക്കുക. തേർഡ്, സ്ട്രോങ്ങർ ഇൻ സദേൺ ഹെമിസ്ഫിയർ ഡ്യൂ ടു വാസ്റ്റ് എക്സ്പാൻഷൻ ഓഫ് ഓഷ്യൻ. സ്ട്രോങ്ങർ ഇൻ സദേൺ ഹെമിസ്ഫിയർ ഡ്യൂ ടു വാസ്റ്റ് എക്സ്പാൻഷൻ ഓഫ് ഓഷ്യൻ. ദക്ഷിണാർദ്ധഗോളത്തിൽ കൂടുതലും സമുദ്രമായതിനാൽ ഇവിടെ ഇത് ശക്തിയോടെ വീശുന്നു. നമുക്കറിയാം ദക്ഷിണാർദ്ധഗോളത്തിൽ നിങ്ങൾ ഗ്ലോബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ദക്ഷിണാർദ്ധഗോളം എന്ന് പറയുന്നത് ഈ ഭാഗത്ത് അധികം വൻകരകളൊന്നുമില്ല. ഈ ഭാഗത്ത് അധികം വൻകരകളുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇവിടെ എന്താ അവസ്ഥ? ഈ ഭാഗത്ത് അധികം വൻകരകളില്ലാത്തതുകൊണ്ട് ഇവിടെ കാറ്റിൻ്റെ വേഗത കൂടുതലായിരിക്കും. ഈ വെസ്റ്റർലൈസിൻ്റെ കാറ്റുകളുടെ വേഗത കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ ഭാഗത്ത് കാറ്റിൻ്റെ വേഗത കൂടുതലാണ്. പ്രധാനമായി ഈ ഭാഗത്ത് കാറ്റിൻ്റെ വേഗതകൾ കൂടുതലാണ്. കാരണം ഇവിടെ മുഴുവൻ എന്താണ്? സമുദ്രങ്ങളാണ്. ഈ ഭാഗത്ത് സമുദ്രങ്ങളാണുള്ളത്. അതുകൊണ്ട് കാറ്റിൻ്റെ വേഗത കൂടുതലായിരിക്കും. ദക്ഷിണാർദ്ധഗോളത്തിൽ കൂടുതൽ സമുദ്രമായ ഇതിന് ശക്തിയോടെ വീശുന്നു. അതുകൊണ്ട് ഈ കാറ്റുകൾക്ക് ഈ മേഖലയിൽ പറയുന്ന പേരുണ്ട്. ദക്ഷിണാർദ്ധഗോളത്തിൽ അടുത്ത നോൺ ആസ് റോറിംഗ് 40s. ഇതാ 40 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. നമ്മൾ പറഞ്ഞത് 30 നിന്ന് 60-ലേക്കല്ലേ വീശുന്നത്? ഇതാ 30 നിന്ന് 60-ലേക്ക് ഞാൻ ഈ വരച്ചതെല്ലാം ഒന്ന് മായച്ചു കളയാം. 30 നിന്ന് 60-ലേക്ക് വീശുന്നു. ഇപ്പോൾ ഈ 30 നിന്ന് 60-ലേക്കാണല്ലോ വീശുന്നത്. 30 നിന്ന് 60-ലേക്ക് ഇതിൽ 30 കഴിഞ്ഞ് 40-നെ എത്തുമ്പോൾ അതിനൊരു പേരുണ്ട്. എന്താണ്? ഇത് നോൺ ആസ് റോറിംഗ് 40s. 40 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിന് അറിയപ്പെടുന്ന പേര് റോറിംഗ് 40s എന്നാണ്. ഇവിടെ അറിയപ്പെടുന്നത് റോറിംഗ് 40s എന്നാണ്. അപ്പോൾ ഈ മേഖല റോറിംഗ് 40s. അടുത്ത 50 ഡിഗ്രി മേഖല അറിയപ്പെടുന്നത് എന്താണ്? റോറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അലർന്ന്. ഫ്യൂരിയസ് 50s. വളരെ ഭയാനകമാണ്. ഇവിടെ ഭയങ്കര കാറ്റാണ്. ഇതിലൂടെ കപ്പലൊക്കെ പോയി കഴിഞ്ഞാലും അറിയുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു വരവ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിനങ്ങനെ ഒരു പേര് ഫ്യൂരിയസ് 50s. ഈ 50-കളിൽ അറിയപ്പെടുന്ന പേര് ഫ്യൂരിയസ് 50s. ഇനി ഇത് 60-കളിൽ അറിയപ്പെടുന്ന പേര് സ്ട്രീക്കിംഗ് 60s. അപ്പോൾ വളരെ കോച്ചിയ തണുപ്പ്, അതാണ് അത് സ്ട്രീക്കിംഗ് 60s എന്ന് പറയും. അപ്പോൾ ഇത് അറിയപ്പെടുന്നത് ഇതിൻ്റെ 4 പോയിന്റ് ഒന്നുകൂടെ നോക്കാം. ബ്ലോ ഫ്രം സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ സോൺ ടു സബ് പോളാർ ലോ പ്രഷർ സോൺ. അതായത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് ഇരു അർദ്ധഗോളങ്ങളിൽ കാറ്റിൻ്റെ ദിശ ഏറെ പടിഞ്ഞാറ് നിന്ന് ഇത് വീശുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പേര് പശ്ചിമവാദങ്ങൾ. ദക്ഷിണാർദ്ധഗോളത്തിൽ കൂടുതൽ സമുദ്രമായതിനാൽ ഇവിടെ ഇത് ശക്തിയോടെ വീശുന്നു. ഈ ദക്ഷിണാർദ്ധഗോളത്തിനെ അപേക്ഷിച്ച് ഈ പേര് വന്നത്. ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങൾ റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, സ്ട്രീക്കിംഗ് 60s. അതായത് നോൺ ആസ് റോറിംഗ് 40s, ഫ്യൂരിയസ് 50s ആൻഡ് സ്ട്രീക്കിംഗ് 60s. അപ്പോൾ ഈ കാര്യങ്ങൾ 4 പോയിന്റ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇനി അടുത്ത പ്ലാനറ്ററി വിൻസിനെ കുറിച്ച് നോക്കാം. മൂന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ടാണ്. ഒരു എസ്സേ ക്വസ്റ്റൻ ആണ്. ഇത് പഠിച്ച ഒരു എസ്സേക്ക് ഉള്ള നമുക്ക് മാർക്കുകൾ കിട്ടും. പോളാർ ഈസ്റ്റർലൈസ് വളരെ സിമ്പിളാണ്. നമുക്ക് എപ്പോഴും അറിയാം ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ്. അപ്പോൾ എവിടെയാണ് ഹൈ പ്രഷർ? 90 ഡിഗ്രിയിലാണ് ഇപ്പോൾ ഹൈ പ്രഷർ എടുക്കുന്നത്. പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക്. അതാണ് പ്രധാനമായും. അതായത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകൾ. പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ടു സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. ഒന്നാമത്തെ പോയിന്റ് അതാണ്. അടുത്തത് ഇതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും എവിടുന്ന് നോക്കിയേ? ഈ ഭാഗം ഏതാണ്? ഈ ഭാഗം ഈസ്റ്റ് ആണ്, കിഴക്കാണ്. അപ്പോൾ ഈസ്റ്റിൽ നിന്നാണ് ഇത് മുഴുവൻ ഉണ്ടാകുന്നത്. ഈ കാറ്റുണ്ടാകുന്നത് എവിടെ നിന്നാണ്? ഈസ്റ്റിൽ നിന്ന്. അപ്പോൾ വെസ്റ്റർലൈസ് വെസ്റ്റിൽ നിന്നാകുമ്പോൾ ഈസ്റ്റർലൈസ്, പോളാർ ഈസ്റ്റർലൈസ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റിൽ നിന്ന് ഉണ്ടാകുന്നു. ഇരു അർദ്ധഗോളങ്ങളിൽ നേർ കിഴക്ക് നിന്ന്. അതേപോലെ മൂന്നാമത്തെ ഒരു പോയിന്റ്, മലയാളത്തിൽ ഞാൻ ആ പോയിന്റ് എഴുതിയിട്ടില്ല. ഈ 2 പോയിന്റ് ആവശ്യത്തിന് മതി നമുക്ക് ഇതിനെക്കുറിച്ച്. ഇനി വേറൊരു പ്രത്യേകത, പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഡിറ്റർമൈൻ ദി ക്ലൈമറ്റ് ഓഫ് നോർത്ത് അമേരിക്ക, ഈസ്റ്റേൺ യൂറോപ്പ്, റഷ്യയിലും അതേപോലെ ഈസ്റ്റേൺ യൂറോപ്പിൽ, റഷ്യയിലും പ്രധാനമായിട്ടും യൂറോപ്യൻ രാജ്യങ്ങൾ, വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, വടക്കൻ അമേരിക്ക എന്നീ മേഖലകളിൽ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ ഈ കാറ്റുകൾക്ക് ഗണ്യമായ പങ്കുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ മേഖലകളിൽ നോർത്ത് അമേരിക്കയിൽ, ഈസ്റ്റേൺ യൂറോപ്പ്, അതേപോലെ പിന്നെ റഷ്യ, കിഴക്കൻ യൂറോപ്പ്, റഷ്യ, വടക്കേ അമേരിക്ക, ഇവിടെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നത് പ്രധാന പങ്ക് വഹിക്കുന്നു എന്നൊരു പോയിന്റും കൂടി ഉണ്ട്. അപ്പോൾ ഈ 2 പോയിന്റ് പ്രധാനമായും മതി. ധ്രുവീയ പൂർവ്വം എവിടെ നിന്ന് എങ്ങോട്ട് വീശുന്നു, അത് ഏത് ദിശയിൽ നിന്ന് വീശുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ നമുക്ക് 5 മാർക്കും കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത നോക്കുക. ഫസ്റ്റ് ടേം എക്സാം 2017, 2019 3 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. മെൻഷൻ ദി ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദി ഫോർമേഷൻ ഓഫ് മൺസൂൺ വിൻസ്. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് 2ാമത്തെ കാറ്റാണ്. പ്ലാനറ്ററി വിൻസ്, മൺസൂൺ വിൻസ്. 3ാമത് നമ്മൾ പിന്നെ വേരിയബിൾ വിൻസ്, ലോക്കൽ വിൻസ് ഒക്കെ കാണണം. 3ഉം 4ഉം ഒക്കെ ആയിട്ട്.
ഇനി മൺസൂൺ വിൻസ് ആണ്. മൺസൂൺ കാറ്റുകളുടെ രൂപപ്പെടലിന് കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദി ഫോർമേഷൻ ഓഫ് മൺസൂൺ വിൻസ്. നമുക്കത് നോക്കാം. അതേപോലെ ഇതേ രീതി വേറൊരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട്, നോക്കാം മൺസൂൺ വിൻസിനെ കുറിച്ച്. വേണ്ട, ആദ്യം ഇതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദി ഫോർമേഷൻ ഓഫ് മൺസൂൺ വിൻസ്. നോക്കാം, 3 ഫാക്ടേഴ്സ് ഉള്ളൂ, 3 മാർക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്നതാണ്. ഒന്ന് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ. അപ്പാരന്റ് മൂവ്മെന്റ് നമ്മൾ കണ്ടതാണ്, ആദ്യത്തെ ചാപ്റ്ററിൽ കണ്ടതാണ്. സണ്ണിന്റെ, സൂര്യന്റെ അയനം എന്ന് പറയുന്നത് എവിടെയാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്കുള്ള ചേഞ്ചസ് ആണ്. അതായത് ഉത്തരായന രേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്ക് ഉള്ള ആ ചേഞ്ചസ് ആണ് സൂര്യന്റെ അയനം. അപ്പോൾ അത് ഒന്ന് സൂര്യൻ്റെ അയനമാണ്, ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ. രണ്ടാമത് കൊറിയോലിസ് ഫോഴ്സ്. കൊറിയോലിസ് ഫോഴ്സ് നമ്മൾ കണ്ടതാണ്. അത് എങ്ങനെയാണ് കൊറിയോലിസ് ഫോഴ്സ് സംഭവിക്കുന്നതെന്ന് കണ്ടതാണ്. അത് പിന്നെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ അതിൻ്റെ ഡയറക്ഷൻ ഡിഫ്ലക്റ്റഡ് ഡയറക്ഷൻ റൈറ്റിലേക്കാണ്. അതേപോലെ തന്നെ സദേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയാണ്? ഡിഫ്ലക്റ്റഡ് ടു ദി ലെഫ്റ്റ് ഇൻ ദി സദേൺ ഹെമിസ്ഫിയർ, ഡിഫ്ലക്റ്റഡ് ടു ദി റൈറ്റ് ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്. അപ്പോൾ അത് ഒന്ന് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഈ കാറ്റിൻ്റെ ദിശ വലത്തോട്ട് പോകും. അതേപോലെ ദക്ഷിണാർദ്ധഗോളത്തിൽ, ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റിൻ്റെ ദിശ വലത്തോട്ട് പോകുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ സദേൺ ഹെമിസ്ഫിയറിൽ കാറ്റിൻ്റെ ദിശ ഇടത്തോട്ട് പോകുന്നു. അതാണ് കൊറിയോലിസ് ഫോഴ്സ്. മൂന്നാമത്തേത് നമ്മൾ കാണുന്നത് ഡിഫറൻസസ് ഇൻ ഹീറ്റിങ്, താപത്തിലെ വ്യത്യാസങ്ങൾ, താപനയത്തിലെ വ്യത്യാസങ്ങൾ. അപ്പോൾ 3 ഘടകങ്ങളാണ് മൺസൂൺ കാറ്റുകളുടെ രൂപീകരണത്തിന് കാരണം. മൺസൂൺ വിൻസുമായി ബന്ധപ്പെട്ട് 3 ഘടകങ്ങളാണ്. ഒന്ന് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ, 2 കൊറിയോലിസ് ഫോഴ്സ്, 3 ഡിഫറൻസസ് ഇൻ ഹീറ്റിംഗ്, താപ വ്യത്യാസങ്ങൾ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇത് SLC മോഡൽ 2019 5 മാർക്കിന്റെ ചോദ്യം വന്നാൽ വീണ്ടും മൺസൂണിനെ കുറിച്ച് തന്നെയാണ്. വാട്ട് ഈസ് മൺസൂൺ? എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ് ട്രേഡ് വിൻസ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ്. അതായത് മൺസൂൺ എന്നാൽ എന്ത്? തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റുകൾ രൂപപ്പെടുന്നതിൽ വാണിജ്യവാദങ്ങളുടെ പങ്ക്. വാണിജ്യവാദങ്ങൾ എവിടെ നിന്നാണ് എങ്ങോട്ടാണ് വീശുന്നതെന്ന് നമ്മൾ ഇപ്പോൾ പഠിച്ചതാണ് വളരെ ക്ലിയർ ആയിട്ട്. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക്, അതായത് ഉപോഷ്ണ ഉച്ചമർദ്ദമേലയിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദമേലയിലേക്ക് വീശുന്ന കാറ്റാണല്ലോ ഈ ട്രേഡ് വിൻസ്. ഈ ട്രേഡ് വിൻസ് എന്ത് ചെയ്യുന്നു? തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റ് രൂപപ്പെടുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. മൺസൂണ് 2 രീതിയിലുണ്ട്, തെക്ക് പടിഞ്ഞാറിനുണ്ട്, വടക്ക് കിഴക്കനുമുണ്ട്. നമുക്ക് ആദ്യം ഈ മൺസൂൺ എന്നാൽ എന്ത് ഇതൊക്കെ ചോദിക്കുക. ഇതേ രീതിയിലുള്ളൊരു ചോദ്യം 2019 മോഡൽ എക്സാമിന് ചോദിച്ച 5 മാർക്കാണ്. ഇതേ രീതി മറ്റൊരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് 2017 മോഡൽ എക്സാമിൽ വീണ്ടും 5 മാർക്കിന് അതേ ചോദ്യം. അപ്പോൾ തുടർച്ചയായി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണ് ഇവിടെ? അനലൈസ് ദി റോൾ ഓഫ് ട്രേഡ് വിൻസ് ഇൻ ദി ഫോർമേഷൻ ഓഫ് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് ആൻഡ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻസ്. അപ്പോൾ 2 രീതിയിലുള്ള മൺസൂൺ ഉണ്ട്. ഏതൊക്കെയാണ്? സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസും ഉണ്ട്, നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻസും ഉണ്ട്. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റുകളും വടക്കിഴക്കൻ മൺസൂൺ കാറ്റുകളും രൂപപ്പെടുന്ന വാണിജ്യവാദങ്ങളുടെ പങ്ക് വിശകലനം ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 2 ചോദ്യത്തിലും നമ്മൾ ഒരു 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, വാട്ട് ഈസ് മൺസൂൺ? മൺസൂൺ എന്നാൽ എന്ത്? ഇനി 2 രീതിയിലുള്ള മൺസൂൺ ഏതൊക്കെ? സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണും. ഇതെങ്ങനെ വാണിജ്യവാദങ്ങളിൽ ഇത് വീശാനുള്ള കാരണം എന്ത് എന്നുള്ള കാര്യങ്ങൾ 3 കാര്യങ്ങൾ നമുക്ക് നോക്കാം ഓരോന്ന് ആദ്യം. അതേപോലെ മറ്റൊരു ചോദ്യം നോക്കാം, അതേപോലെ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. അതായത് ഒരു ചിത്രം തന്നിട്ടാണ്, നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. ഐഡന്റിഫൈ ദ വിൻസ് റിപ്രസെന്റഡ് ബൈ ഗിവൺ ഡയഗ്രാം, എലൂസിഡേറ്റ് ദ ഫോർമേഷൻ ഓഫ് ദീസ് വിൻസ്. ഏതുതരം കാറ്റിനെയാണ് ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്? ഈ കാറ്റുണ്ടാകുന്നത് എങ്ങനെ? ഇത് നോക്കിയാൽ മുകളിലേക്കല്ലേ പോകുന്നത്, നോർത്തിലേക്കല്ലേ പോകുന്നത്? ഇത് ഏത് മൺസൂൺ ആയിരിക്കും? നോർത്തിലേക്ക് പോകുന്നതല്ല, സൗത്ത് വെസ്റ്റ് മൺസൂൺ ആയിരിക്കും. നമുക്ക് നോക്കാം. ഇത് വെസ്റ്റിൽ നിന്ന് വരുന്നതാണ്, അപ്പോൾ അത് സൗത്ത് വെസ്റ്റ് മൺസൂൺ. അതിൻ്റെ ഡയറക്ഷനാണ് നോക്കേണ്ടത്. അപ്പോൾ ഇത് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആയിരിക്കും. നമുക്ക് നോക്കാം അത് ഏതൊക്കെയാണെന്നുള്ളത്. എന്തായാലും നമുക്കിവിടെ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആദ്യത്തെ, മൺസൂൺ എന്നാൽ എന്ത് എന്നാണ്. ഇത് കൃത്യമായിട്ട് എഴുതി പഠിച്ചിരിക്കണം. ഫസ്റ്റ്, മൺസൂൺ. ഇത് ടേം മൺസൂൺ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി അറബ് വേർഡ് മൗസം. മൗസീം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന പദം രൂപം കൊണ്ടുള്ളത്. അത് വളരെ പഠിക്കാൻ എളുപ്പമാണല്ലോ. ഏത് വേർഡിൽ നിന്നാണ്? അറബ് വേർഡ് മൗസീം എന്ന അറബ് പദത്തിൽ നിന്ന്. രണ്ടാമത് നോക്കുക, വിൻസ് ദാറ്റ് ചേഞ്ച് ഡയറക്ഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് സീസൺ. വിൻസ് ദാറ്റ് ചേഞ്ച് ഡയറക്ഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് സീസൺ. ഇത് കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റാണ്, കാലത്തിനൊത്ത്. അപ്പോൾ ജൂൺ ജൂലൈ മാസത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നു? തെക്ക് പടിഞ്ഞാറുന്ന് ഒരു മൺസൂൺ വരുന്നു. അത് കഴിഞ്ഞാൽ ഒക്ടോബർ മാസത്തിൽ നമുക്ക് വടക്ക് കിഴക്കുന്ന ഒരു ഇടിയോടുകൂടിയ മഴ വരുന്നു. അപ്പോൾ കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകളാണ് ഈ മൺസൂൺ. അതാണ് ഇവിടെ പറയുന്നത്. മൂന്നാമത്തെ കാര്യം, മൺസൂൺ ഈസ് ദ സീസണൽ റിവേഴ്സൽ ഓഫ് വിൻസ് ഇൻ എ ഇയർ. ഒരു വർഷക്കാലയളവിനുള്ളിൽ കാറ്റിൻ്റെ ഗതി വിപരീതമാകുന്ന പ്രതിഭാസം. അപ്പോൾ നോർത്തിലേക്ക്, സൗത്ത് വെസ്റ്റിൽ നിന്ന് മുകളിലേക്ക് പോയി, അത് കഴിഞ്ഞ് നേരെ തിരിച്ച് ഈ കാറ്റ് തിരിച്ചും വരും. അപ്പോൾ അതാണ് കാറ്റിൻ്റെ ഗതി വിപരീതമാകുന്ന പ്രതിഭാസം. കാറ്റിൻ്റെ ഗതി, അതായത് സൗത്ത് വെസ്റ്റിൽ നിന്ന് പോയ കാറ്റ് അത് തിരിച്ചു വരുന്നത് നോർത്ത് ഈസ്റ്റ് ആയിരിക്കും. അപ്പോൾ കാറ്റിൻ്റെ ഗതി വിപരീതമാണ്.
പ്രതിഭാസം. അപ്പോൾ 3 പോയിന്റ്. ഒന്ന് വളരെ എളുപ്പമാണ്, ഇറ്റ്സ് ഡിറൈവ്ഡ് ഫ്രം ദി അറബ് വേർഡ് മൗസം. രണ്ടാമത്തെ വിൻസ് ദാറ്റ് ചേഞ്ച് ഡയറക്ഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് സീസൺസ്, കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റാണ്. മൂന്നാമത്തെ മൺസൂൺ ഇസ് ദ സീസണൽ റിവേഴ്സൽ ഓഫ് വിൻഡ് ഇൻ എ ഇയർ, ഒരു വർഷക്കാലയളവിനുള്ളിൽ കാറ്റിൻ്റെ ഗതി വിപരീതമാകുന്ന പ്രതിഭാസം. ഇതാണ് മൺസൂണിനെ കുറിച്ച് നമുക്ക് എഴുതേണ്ടത്. ഇനി മൺസൂൺ 2 വിധമുണ്ട്. ഏതൊക്കെയാണ്? സൗത്ത് വെസ്റ്റ് മൺസൂണും അതേപോലെ നോർത്ത് ഈസ്റ്റ് മൺസൂണും. ഇതിൽ ട്രേഡ് വിൻഡിൻ്റെ പങ്കാണ് ഇനി പറയാൻ പോകുന്നത്. ഇത് അടുത്തത് വളരെ കൃത്യമായിട്ട് എഴുതിയെടുക്കണം. കൃത്യമായിട്ട് 5 പോയിന്റ് ഉണ്ട് സൗത്ത് വെസ്റ്റ് മൺസൂണ്. ഇത് കൃത്യമായിട്ട് ഈ ചിത്രം ചിലപ്പോൾ കാണിക്കുക, അന്നേരമാണ് നമുക്ക് ഇത് സൗത്ത് വെസ്റ്റ് മൺസൂണാണെന്ന് മനസ്സിലാക്കണം. കാരണം ഇത് സൗത്തിൽ നിന്ന് വരുന്നതായിട്ട് കൃത്യമായിട്ട് വെസ്റ്റിൽ നിന്ന് വരുന്നതായിട്ട് സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയാം. എവിടെ നിന്നാണോ കാറ്റ് വീശുന്നത് അതാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നോക്കുക, ഇത് എപ്പോഴാണ് ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഉണ്ടാകുന്നത്? തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ഉണ്ടാകുന്നത് ഡ്യൂറിങ് സമ്മർ സീസൺ, വേനൽക്കാലത്ത്, ഓഫ് നോർത്തേൺ ഹെമിസ്ഫിയർ. എവിടെ? നമ്മൾ ഇന്ത്യ ഏത് ഹെമിസ്ഫിയറിലാണ് ഇന്ത്യ? ഏത് അർദ്ധഗോളത്തിലാണ് ഇന്ത്യ? ഉത്തരാർദ്ധഗോളത്തിൽ. വേനൽക്കാലത്ത് ഉത്തരാർദ്ധഗോളത്തിൽ എന്ത് ചെയ്യുന്നു? ഹൈ ടെമ്പറേച്ചർ ഈസ് എക്സ്പീരിയൻസ്ഡ് അലോങ് ദ റീജിയൻ. നമുക്കറിയാം വേനൽക്കാലത്ത് ഉത്തരാർദ്ധഗോളത്തിൽ ഉയർന്ന ചൂട് അനുഭവപ്പെടുന്നത്, ഹൈ ടെമ്പറേച്ചർ ഈസ് എക്സ്പീരിയൻസ്ഡ്. ഒന്നാമത്തെ പോയിന്റ് അത് എഴുതാമല്ലോ. നമുക്കറിയാമല്ലോ മെയ് ജൂൺ മാസങ്ങളിലൊക്കെ, ജൂൺ മാസം നമുക്ക് മഴ തുടങ്ങിയെങ്കിലും ഡൽഹിയിലൊക്കെ നല്ല ചൂടാണ്. ഇപ്പോൾ ഉത്തരാർദ്ധഗോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളം മാത്രമല്ലല്ലോ. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ഉയർന്ന ചൂട് അനുഭവപ്പെടുന്ന സമയമാണ് വേനൽക്കാലത്ത്. അപ്പോൾ ഈ സമയത്ത് ഇവിടെ എന്ത് അനുഭവപ്പെടും? ചൂട് കൂടിയാൽ എന്ത് അനുഭവപ്പെടും? മർദ്ദം എന്ത് കുറയും? മർദ്ദം കൂടുവോ കുറയുവോ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, മർദ്ദം കുറയും. ചൂട് പിടിച്ച വായു എന്ത് ചെയ്തു? വികസിച്ച് സാന്ദ്രത കുറഞ്ഞ് മുകളിലേക്ക് ഉയർന്നു പോകും. അപ്പം വായു അവിടെ ഇല്ല, പിന്നെ എന്ത് മർദ്ദമായിരിക്കും? ലോ പ്രഷർ. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് നോക്കുക, ലോ പ്രഷർ ഈസ് ഫോംഡ് ഓവർ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ലോ പ്രഷർ ഓവർ ദി ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഡ്യൂ ടു ദി, എന്തുകൊണ്ട്? ഇന്ത്യൻസ് ഡേ ടെമ്പറേച്ചർ, താപനില വർദ്ധിക്കുന്ന പോലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ന്യൂനമർദ്ദം. അപ്പോൾ ഇവിടെ എന്ത് മർദ്ദമാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ അനുഭവപ്പെടുന്ന? ലോ പ്രഷർ. എന്ത് മർദ്ദമാണ്? ന്യൂനമർദ്ദം. ലോ പ്രഷറാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ ഇതാണ് ഉത്തരാർദ്ധഗോളം. ഈ വരയിട്ടിട്ടുണ്ടല്ലോ, ഇത് ഉത്തരാർദ്ധഗോളമാണ്. ഈ നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്. ഇതിൻ്റെ താഴേക്ക് ഈ നീല ആരമാർക്ക് വരുന്നത് സദേൺ ഹെമിസ്ഫിയർ ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്തു. ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്താൽ സംഭവിക്കുന്നത് എന്താണ്? മൂന്നാമത്തെ പോയിന്റ് നോക്കുക, ഇത് ഇന്ത്യൻ ഓഷ്യൻ റീജിയൻസ്. ഇന്ത്യൻ ഓഷ്യൻ പൂർണ്ണമായിട്ട് എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയാം? ഇന്ത്യൻ ഓഷ്യൻ ഭൂരിഭാഗവും ഇന്ത്യൻ ഓഷ്യൻ പ്രദേശങ്ങൾ സദേൺ ഹെമിസ്ഫിയറിലാണ്. ഇന്ത്യൻ ഓഷ്യൻ റീജിയൻസ് റിമെയിൻസ് ആസ് ഹൈ പ്രഷർ ഡ്യൂറിങ് ദിസ് ടൈം. ഈ സമയത്ത് ഇന്ത്യൻ ഓഷ്യനിൽ ഇവിടെ എന്ത് പ്രഷറായിരിക്കും? ഹൈ പ്രഷറാണ്. ഇന്ത്യൻ ഓഷ്യനിൽ ഹൈ പ്രഷറും അതേപോലെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ലോ പ്രഷറും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ആളില്ലേ, അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യും? ഇങ്ങോട്ട് കാറ്റ് വീശും. ഒരിടത്ത് ഹൈ പ്രഷറും ഒരിടത്ത് ലോ പ്രഷറും വന്നാൽ എന്ത് സംഭവിക്കും? കാറ്റ് എന്ത് ചെയ്യും? ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് വീശിയല്ലേ. അപ്പോൾ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻസ്, ഇതാണ് ഇന്ത്യൻ ഓഷ്യൻ. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ആസ് ഹൈ പ്രഷർ ഡ്യൂറിങ് ദിസ് ടൈം. ഈ കാലയളവിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉച്ചമർദ്ദം അനുഭവപ്പെടുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? മൂന്നാമത്തെ പോയിന്റ് നോക്കുക, ആസ് എ റിസൾട്ട് വിൻഡ് ഈസ് ബ്ലോ ഫ്രം ദി ഇന്ത്യൻ ഓഷ്യൻ ടു ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. വിൻഡ് അങ്ങോട്ട് ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് വീശുന്നു. ഇനിയാണ് പ്രധാനപ്പെട്ടത്, ഈ കാറ്റ് വീശുന്ന നോക്കിയേ, ഇവിടുന്ന് ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക്, അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്നു. നാലാമത്തെ നോക്കുക, ഈ കാറ്റിൻ്റെ ദിശയാണ് ഈ ട്രേഡ് വിൻസ്. ഈ വീശുന്ന കാറ്റുകൾ ഏതാ? ഇത് ഏത് സ്ഥലമാണ്? 0 ഡിഗ്രിയാണ് ഈ വര 0 ഡിഗ്രി. ഇതിൻ്റെ താഴ്ഭാഗം ഒരു 30 ഡിഗ്രിയാണ്. അപ്പം 30 ഡിഗ്രിയിൽ നിന്ന് 0 ഡിഗ്രിയിലേക്ക് വീശുന്നത് ട്രേഡ് വിൻസ് ആണല്ലോ. 30 ഡിഗ്രിയിൽ നിന്ന് 0 ഡിഗ്രിയിലേക്ക് വീശുന്ന ട്രേഡ് വിൻസ്. ഈ വിൻസ്, ഇതിൻ്റെ അവസ്ഥ, ഈ ട്രേഡ് വിൻസ് എന്താ ചെയ്യുന്നതെന്ന് നോക്കിയേ. വെൻ ദ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ്, അതായത് ഇതാണ് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ്. വെൻ ദ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് ക്രോസ് ദ ഇക്വേറ്റർ, ഇത് വന്നിട്ട് ഇതാണ് ഇക്വേറ്റർ. ഈ ലൈനാണ് ഇക്വേറ്റർ. ഇത് ക്രോസ് ദി ഇക്വേറ്റർ. ഈ കാറ്റ് ഇങ്ങനെ വന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ക്രോസ് ദി ഇക്വേറ്റർ, ദേ ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ഡ്യൂ ടു കൊറിയോലിസ് ഇഫക്റ്റ്. ഇവിടെ വരുമ്പോൾ ഈ ഏരിയയിൽ വരുമ്പോൾ, ഈ ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോണിൽ വരുമ്പോൾ, ഇതിന് ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്ന് നമുക്ക് പറയാം. കാരണം ഇവിടുന്ന് വരുന്ന കാറ്റ് സംഗമിക്കുന്ന സ്ഥലം എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോണിൽ എത്തിക്കഴിയുമ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നു? ഈക്വേറ്ററിൽ എത്തിക്കഴിയുമ്പോൾ ദേ ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ഡ്യൂ ടു കൊറിയോലിസ് ഇഫക്റ്റ്. ഇത് കൊറിയോലിസ് ഇഫക്റ്റ് മൂലം, ഈ കാറ്റ് ഉത്തരാർദ്ധഗോളത്തിലേക്ക് കടന്നാൽ, നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് കടന്നാൽ കൊറിയോലിസ് ഇഫക്റ്റ് മൂലം അത് വലത്തോട്ട് തിരിയുമെന്നാണ് പറയുന്നത്. കണ്ടോ നോക്കിയേ, ഇത് ഇങ്ങനെ പോകേണ്ട കാറ്റ് എങ്ങനെയാ പോയത്? ഇങ്ങനെയാണോ പോയത്? അല്ല, അതെങ്ങോട്ട് പോയി? ഇങ്ങനെ വന്നിട്ട് ഇത് വലത്തോട്ട് തിരിഞ്ഞ് ഇങ്ങനെ പോയി.
അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് ഡിഫ്ലക്റ്റഡ് ഡ്യൂ ടു കൊറിയോലിസ് ഇഫക്ട് ആൻഡ് ബ്ലോ ആ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ്. ഇത് നോക്ക്, ഇവിടുന്ന് സൗത്ത് ഈസ്റ്റിൽ നിന്ന് വന്ന് ഇത് എന്തായി തീർന്നു? സൗത്ത് വെസ്റ്റ് ആയി തീർന്നു. സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് ആയി തീർന്നു. ശ്രദ്ധിക്കുക, സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസായി. നമുക്ക് അതിലേക്ക് പോകാം. സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസായി തീർന്നു. അപ്പോൾ സൗത്ത് ഈസ്റ്റിൽ നിന്ന് വന്ന് എന്തായി തീർന്നു ഈ കാറ്റ്? സൗത്ത് വെസ്റ്റ്. അപ്പോൾ ഇവിടെ ഒന്നുകൂടെ ഒന്ന് പറയാം, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ 4ാമത്തെ പോയിന്റ്, വെൻ ദ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ്, തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ. ഇതാണ് തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ. ഇതെന്ത് ചെയ്യുന്നു? ഭൂമധ്യരേഖ കടക്കുന്നതോടെ കൊറിയോലിസ് പ്രഭാവം മൂലം ദിശാവ്യതിയാനം സംഭവിച്ച് ഇതെന്തായി തീർന്നു? ഇങ്ങനെ ആയിത്തീരുന്നു. ഇവിടുന്ന് വരുന്ന ഈ കാറ്റ് ഇങ്ങോട്ട് വീശുന്നു. തെക്ക് കിഴക്കൻ എന്തായി തീരുന്നു? അത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റായി തീരുന്നു. അപ്പോൾ ഏതാണ്ട് തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ ഇങ്ങനെ വന്ന് തെക്ക് പടിഞ്ഞാറായി തീരുന്നു. ഇവിടുന്ന് ഭൂമധ്യരേഖ കടക്കുന്നതോടുകൂടി എന്തായി തീരുന്നു? തെക്ക് പടിഞ്ഞാറായി തീരുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതാണ് വാണിജ്യവാദങ്ങളുടെ പങ്ക്. അപ്പോൾ 5 പോയിന്റ് കൃത്യമായിട്ട് പഠിക്കണം. ഡ്യൂറിംഗ് സമ്മർ സീസൺ ഓഫ് നോർത്തേൺ ഹെമിസ്ഫിയർ ഹൈ ടെമ്പറേച്ചർ ഈസ് എക്സ്പീരിയൻസ് അലോങ് ദി റീജിയൻ. വേനൽക്കാലത്ത് ഉത്തരാർദ്ധഗോളത്തിൽ ഉയർന്ന ചൂട്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ലോ പ്രഷർ എവിടെ? ഇന്ത്യൻ സബ് കോണ്ടിൽ. ഇതൊന്നും കാണാപ്പാടം പഠിക്കണ്ട. ഇന്ത്യൻ സബ് കോണ്ടിൽ ലോ പ്രഷറാണ്. അതേപോലെ ഇന്ത്യൻ ഓഷ്യനിൽ ഈ സമയത്ത് ഇന്ത്യൻ ഓഷ്യനിൽ ഹൈ പ്രഷറാണ്. അതേപോലെ അതുകൊണ്ട് എന്തുകൊണ്ട് നിന്ന് കാറ്റ് ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന് അങ്ങോട്ട് ഇന്ത്യൻ സബ് കോണ്ടിലേക്ക് ഹൈ പ്രഷർ ചെയ്ത് ലോ പ്രഷറേക്ക് വീശും. പക്ഷേ ആ വീശും അതിന് ഡയറക്ഷൻ മാറുന്നുണ്ട്. അതാണ് വെൻ ദ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ്, ഇവിടുന്ന് വരുന്ന ഈ കാറ്റ് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് ഇക്വേറ്റർ കിടക്കുന്നതോടെ കൊറിയോലിസ് ഇഫക്റ്റ് മൂലം എന്തായി തീരുന്നു? അത് സൗത്ത് വെസ്റ്റ് മൺസൂണായി തീരുന്നു. തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ ഭൂമധ്യരേഖ കിടക്കുന്നതോടെ കൊറിയോലിസ് പ്രഭാവം ദിശാവ്യതിയാനം സംഭവിച്ച് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റുകളായി രൂപാന്തരപ്പെടുന്നു. ഇനി 2ാമത്തെ മൺസൂൺ, ഇതാണ് നമുക്ക് ജൂൺ ജൂലൈ ഓഗസ്റ്റ് പെയ്യുന്ന മഴ. ഇപ്പം നമുക്ക് മഴ അവസാനിച്ചു, ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഏതാണ്ട് ഇപ്പോൾ ഒക്ടോബർ നവംബറിൽ അടുത്ത കാറ്റ്. അപ്പോൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് പെയ്യുന്ന മഴ ഏതാണ്? സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ്. അടുത്ത നോക്കുക, നോർത്ത് ഈസ്റ്റ് മൺസൂൺ. അപ്പോൾ ഈ കാറ്റ് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് വളരെ എളുപ്പമാണ്. ഹൈ പ്രഷർ ഫ്രം ഓവർ ദി ഏഷ്യൻ ലാൻഡ്സ്. നമ്മളൊക്കെ ഉൾപ്പെട്ട ഇന്ത്യയുടെ ഉപഭൂഖണ്ഡത്തിൽ ഉച്ചമർദ്ദം ഉണ്ടാകുന്ന എപ്പോഴാണ്? നമുക്കറിയാം, അവിടുത്തെ വായു തണുക്കുമ്പോഴാണ്. അത് ഏത് പീരീഡിലാണ്? ഡ്യൂറിങ് വിന്റർ, ശൈത്യകാലത്ത് ഏഷ്യൻ ലാൻഡ് മാസിൽ എന്ത് സംഭവിക്കുന്നു? ഉച്ചമർദ്ദമായിരിക്കും. ആൻഡ് ലോ പ്രഷർ ഓവർ ഇന്ത്യൻ ഓഷ്യൻ. അപ്പോൾ ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്നത് ഇന്ത്യ. ഇവിടെ ഇന്ത്യയിൽ ഏത് മർദ്ദമായിരിക്കും? ഉച്ചമർദ്ദം. ഇവിടെ ഇന്ത്യയിൽ എന്ത് മർദ്ദം? ഇവിടെ ഹൈ പ്രഷർ. അപ്പോൾ ഇവിടെ എന്തായിരിക്കാം? ലോ പ്രഷർ. ദക്ഷിണാർദ്ധഗോളത്തിൽ സദേൺ ഹെമിസ്ഫിയറിൽ ഇന്ത്യൻ ഓഷ്യൻ്റെ ഇവിടെ ലോ പ്രഷറും ഇവിടെ ഹൈ പ്രഷറും. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ശൈത്യകാലത്ത് ഏഷ്യ വൻകരയ്ക്കുമുള്ള ഉച്ചമർദ്ദവും ഇന്ത്യൻ മഹാസമുദ്രം, ഇതാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഇവിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിനുള്ളിൽ ന്യൂനമർദ്ദവും രൂപം കൊള്ളുന്നു. ആസ് എ റിസൾട്ട് വിൻഡ് ബ്ലോസ് ഫ്രം ലാൻഡ് ടു സീ. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ട് കാറ്റ് വീശുന്നു? കണ്ടോ, അതിൻ്റെ ഡയറക്ഷൻ ലാൻഡ് ടു സീ, ഇങ്ങോട്ട് ഇന്ത്യൻ ഓഷ്യനിലേക്ക്. അതായത് ഏഷ്യൻ ലാൻഡിൽ നിന്ന് ഇന്ത്യൻ ഓഷ്യനിലേക്ക് വീശുന്നു. തൽഫലമായ കാറ്റ് ഏഷ്യൻ വൻകരയിൽ നിന്ന് സമുദ്രത്തിലേക്ക് വീശുന്നു. ദീസ് ആർ ദ നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻസ്. ഇതിന് പറയുന്ന പേരാണ് നോർത്ത് ഈസ്റ്റ്. ഇത് ഏതാ ഡയറക്ഷൻ നോക്കിയാൽ അറിയാം. ഇത് എവിടുന്നാണ് വരുന്നത്? നോർത്ത്, വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റ്. വടക്ക് കിഴക്കെന്നല്ലേ വരുന്നത്? അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റ്. ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ വളരെ എളുപ്പമുള്ളതാണ്, അല്ലെങ്കിൽ വിഷമമായി തീരുകയും ചെയ്യും. ഓക്കെ, അടുത്ത മൺസൂൺ വിൻസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫസ്റ്റ് മെയിൻ എക്സാം 2018 4 മാർക്കിൻ്റെ ചോദ്യമാണ്. റീഅറേഞ്ചിങ് ദി ടേബിൾ ബൈ ചൂസിങ് അപ്രോപ്രിയേറ്റ് ഐറ്റംസ് ഫ്രം കോളം ബി ഫോർ ദി ഐറ്റംസ് ഇൻ കോളം എ. കോളത്തിൽ ഓരോന്നിനും അനുയോജ്യ ബി കോളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് ക്രമപ്പെടുത്തി എഴുതുക. ട്രേഡ് വിൻസ്, വാണിജ്യവാദങ്ങൾ. ഇവിടെ റോറിംഗ് 40s ആണ് കൊടുത്തിരിക്കുന്നത്, അത് തെറ്റാണ്. വെസ്റ്റർലൈസ്, പശ്ചിമവാദങ്ങൾ. ഇവിടെ ഇന്റർട്രോപ്പിക് കൺവേർജൻസ് സോണാണ്. മൺസൂൺ വിൻസ്, മൺസൂൺ കാറ്റുകൾ. ഇവിടെ ലൂ ആണ് കൊടുത്തിരിക്കുന്നത്. ലോക്കൽ വിൻസ്, പ്രാദേശികവാദങ്ങൾ. പീരിയോഡിക് വിൻസ്, കാലികവാദങ്ങളാണ്. അപ്പോൾ ഈ ടേബിൾ നമ്മൾ പഠിക്കണമെങ്കിൽ ഈ പാഠം മുഴുവൻ പഠിക്കണം. എങ്കിൽ ചില കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇതൊന്ന് എഴുതിയെടുക്കുക. ട്രേഡ് വിൻസ് നമുക്കറിയാം, വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന സ്ഥലമാണ് ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. അതുപോലെ വെസ്റ്റർലൈസ്, പശ്ചിമവാദങ്ങളുടെ 40 ഡിഗ്രിയിൽ കാണുന്നതാണ് റോറിംഗ് 40s, 50 ഡിഗ്രിയിൽ ഹൗളിംഗ് 50s, 60 ഡിഗ്രി സ്ക്രീച്ചിങ് 60s നമ്മൾ കണ്ടതാണ്. പിന്നെ മൺസൂൺ വിൻസ്, മൺസൂൺ കാറ്റുകളെ പറയുന്ന പേരാണ് പീരിയോഡിക് വിൻസ്. അത് നമ്മൾ കണ്ടതാണ്. പീരിയോഡിക് വിൻസ് എന്നാണ് മൺസൂൺ കാറ്റുകളെ വിളിക്കുന്നത്. സീസണൽ വിൻസ് എന്നൊക്കെ പറയാറുണ്ട്, അത് കണ്ടതാണ്. പിന്നെ അവസാനത്തെ ഇനി പ്രാദേശികവാദങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ലൂ ആണ് പ്രാദേശികവാദങ്ങൾ. അപ്പോൾ ഈ 3 നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞാണ്.
മൺസൂൺ വിൻസിന് പൊതുവെ പറയുന്നതാണ് പീരിയോഡിക് വിൻസ് എന്നുള്ളത്, കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ. അപ്പോൾ ഇനി ലോക്കൽ വിൻസ്. അപ്പോൾ ഇത് നിങ്ങൾ എഴുതിയെടുക്കുക. അടുത്ത സെക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ വാലി ബ്രീസ് ആൻഡ് മൗണ്ടെയിൻ ബ്രീസ്. വ്യത്യാസം കുറിക്കുക. താഴ്വരക്കാറ്റും പർവ്വതക്കാറ്റും. താഴ്വരക്കാറ്റ് എന്താ, പർവ്വതക്കാറ്റ് എന്താ. എല്ലാ കാറ്റിനും അടിസ്ഥാനം ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് വീശുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ താഴ്വരയിലാണോ ഹൈ പ്രഷർ, അല്ലെങ്കിൽ മൗണ്ടെയിൻ ബ്രീസിൽ പർവ്വതത്തിലാണോ ഹൈ പ്രഷർ എന്ന് നോക്കിയാൽ മാത്രം മതി. എന്താണ് പേര് വന്നേക്കുന്നത് അവിടെ ആയിരിക്കും ഹൈ പ്രഷർ നോക്കിയോളൂ. നമുക്ക് ഓരോന്നും എന്താണെന്ന് വിശദമാക്കി നോക്കാം. വാലി ബ്രീസ്. ഡ്യൂറിങ് ദി ഡേ ടൈം ഇത് എയർ എബവ് ദ മൗണ്ടെയിൻസ് ഗെറ്റ് ഹീറ്റഡ് ആൻഡ് റൈസസ്. ഡേ ടൈമിൽ എന്ത് സംഭവിക്കുന്നു? മൗണ്ടെയിൻസ് ഇതാണല്ലോ. ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇവിടെ ചൂട് കൂടുതലാണ്. പകൽ സമയത്ത് പർവ്വതം മുകളിൽ വായു ചൂട് പിടിച്ച് ഇവിടുന്ന് ചൂട് പിടിച്ച് എന്ത് ചെയ്യുന്നു? ഉയരുന്നു. ചൂട് പിടിച്ച് വായു ഉയരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ആസ് എ റിസൾട്ട് ഇത് വിൻഡ് ബ്ലോസ് അപ്പ് സ്ലോപ്പ് ഫ്രം ദി വാലി ടുവാർഡ്സ് ദി മൗണ്ടെയിൻ. അന്നേരം എന്ത് സംഭവിക്കുന്നു? ഇവിടെ ലോ പ്രഷറാണ്. ചൂട് പിടിച്ച് ഇവിടുത്തെ വായു ഉയർന്നു പോയില്ലേ? അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? താഴ്വരയിൽ എന്ത് പ്രഷറാണ്? ഹൈ പ്രഷർ. ഇതാണ് ഞാൻ പറഞ്ഞത്. എവിടെയാണോ ഏത് കാറ്റിൻ്റെ പേര് എവിടെയാണെന്ന് നോക്കിയാൽ മതി, പേരെന്താന്ന് നോക്കിയാൽ മതി, അവിടെ ഹൈ പ്രഷർ ആയിരിക്കും. അപ്പോൾ താഴ്വര ഹൈ പ്രഷറും മൗണ്ടെയിനിൽ ലോ പ്രഷറും. അപ്പോൾ തന്മൂലം താഴ്വരയിൽ നിന്ന് എങ്ങോട്ട് കാറ്റ് വീശും? ഇവിടുന്ന് കാറ്റ് എങ്ങനെ വീശുന്നു? ഇതുണ്ടോ? താഴ്വരയിൽ നിന്ന് മുകളിലേക്ക് പർവ്വത ചെരുവിലേക്ക് കാറ്റ് വീശുന്നു. ആസ് എ റിസൾട്ട് ദ വിൻഡ് ബ്ലോസം സ്ലോ ഫ്രം ദി വാലി ടുവാർഡ്സ് ദ മൗണ്ടെയിൻ. അതുകൊണ്ട് ഇതിന്റെ പേരെന്താണ്? വാലി ബ്രീസ്. ഇത് മനസ്സിലായിട്ടുണ്ടാവും. അടുത്തത് നോക്കുക, മൗണ്ടെയിൻ ബ്രീസ് പറയുന്നത് എന്താ? ഡ്യൂറിങ് ദി നൈറ്റ് എയർ ഇൻ ദി മൗണ്ടെയിൻസ്. നൈറ്റിൽ എന്ത് സംഭവിക്കും? നൈറ്റിൽ റീജിയൻസ് കൂൾസ് ആൻഡ് ഫോംസ് ഹൈ പ്രഷർ. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ തണുക്കുന്നു. രാത്രികാലങ്ങളിൽ മൗണ്ടെയിൻസ് പെട്ടെന്ന് തണുക്കും. രാത്രികാലത്ത് പർവ്വത പ്രദേശങ്ങൾ വായു തണുക്കുന്ന പോലെ ഇവിടെ എന്തായിരിക്കാം? ഇവിടെ ഹൈ പ്രഷർ ആയിരിക്കാം. രാത്രികാലങ്ങളിൽ പർവ്വത ഭാഗം പെട്ടെന്ന് തണുക്കുന്നതുകൊണ്ട് ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ ഹൈ പ്രഷർ. അപ്പോൾ ഈ താഴ്വരയിൽ എന്തായിരിക്കാം? ലോ പ്രഷർ. ഇവിടെ പെട്ടെന്ന് തണുക്കുകയില്ല. അപ്പോൾ ഇവിടെ ലോ പ്രഷർ ആയിരിക്കാം. അപ്പോൾ ഇതെന്താ? ഇത് കൂൾ എയർ ബ്ലോസ് ഫ്രം ദി, ഇവിടുന്ന് കൂൾ എയർ, തണുത്ത എയർ എന്ത് ചെയ്യുന്നു? ബ്ലോസ് ഫ്രം ദി മൗണ്ടെയിൻ ടുവാർഡ്സ് ദ വാലി. കൂൾ എയർ ബ്ലോസ് ഫ്രം ദി മൗണ്ടെയിൻ ടുവാർഡ്സ് ദ വാലി ഡ്യൂറിങ് ദി നൈറ്റ്. തന്മൂലം തണുത്ത വായു പർവ്വതങ്ങളിൽ നിന്ന് താഴ്വരയിലേക്ക് വീശുന്നു. അതുകൊണ്ട് ഉണ്ടോ എവിടെ ഹൈ പ്രഷർ? മൗണ്ടെയിനില്ല. അതുകൊണ്ടാണ് മൗണ്ടെയിൻ ബ്രീസ് എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് മറ്റ് രണ്ട് മൺസൂൺ വിൻസ് ആണ്. ആ മൺസൂൺ വിൻസിൽ വരുന്നതാണ് ലാൻഡ് ബ്രീസ്, അതേപോലെ സീ ബ്രീസ്. ലാൻഡ് ബ്രീസ് നോക്കാം. കരക്കാറ്റ് എന്താണ് നോക്കാം. കരക്കാറ്റ് അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. എവിടെയാണോ ഹൈ പ്രഷർ അവിടെ നിന്നായിരിക്കും കാറ്റ് വീശുന്നത് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക്. അപ്പോൾ ഇവിടെ കരക്കാറ്റ് എന്ന പേര് കണ്ടപാടെ ലാൻഡിലായിരിക്കും ഹൈ പ്രഷർ. നോക്കാം. ലാൻഡ് കൂൾസ് ഫാസ്റ്റർ ദാൻ ദ സീ ഡ്യൂറിങ് ദി നൈറ്റ്. നമുക്കറിയാം രാത്രികാലങ്ങളിൽ കടലിനെ അപേക്ഷിച്ച് പെട്ടെന്ന് തണുക്കുന്നു. രാത്രികാലങ്ങളിൽ കര എന്ത് ചെയ്യുന്നു? കടലിനെ അപേക്ഷിച്ച് പെട്ടെന്ന് തണുക്കും. ഇറ്റ് ക്രിയേറ്റ്സ് ഹൈ പ്രഷർ ഓവർ ദി ലാൻഡ് ആൻഡ് ലോ പ്രഷർ ഓവർ ദി സീ. അപ്പോൾ എവിടെയാണ് ഹൈ പ്രഷർ? കരയുടെ മുകളിൽ എന്തായിരിക്കും? ഉച്ചമർദ്ദമായിരിക്കും. കര പെട്ടെന്ന് തണുക്കുകയല്ലേ. തണുത്ത് കഴിഞ്ഞാൽ തണുത്ത വായുവിന് ഭാരം കൂടുതലാണ്. അവിടെ എന്തായിരിക്കും? അതിന് ഹൈ പ്രഷർ ആയിരിക്കും. അപ്പോൾ കരയുടെ മുകളിൽ ഉച്ചമർദ്ദവും കടലിന് മുകളിൽ ന്യൂനമർദ്ദവും രൂപം കൊള്ളുന്നു. അത് ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ, അതുകൊണ്ട് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും കാറ്റ്? ഇത് വിൻസ് ബ്ലോസ് ഫ്രം ലാൻഡ് ടു സീ. എത്ര എളുപ്പമാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ലാൻഡ് കൂൾസ് ഫാസ്റ്റർ ദാൻ ദ സീ ഡ്യൂറിങ് ദി നൈറ്റ്. രാത്രികാലങ്ങളിൽ കടലിനെ അപേക്ഷിച്ച് എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് തണുക്കുന്നു. കരയാണ് പെട്ടെന്ന് തണുക്കുന്നത്, കടൽ മെല്ലെ തണുക്കുള്ളൂ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇറ്റ് ക്രിയേറ്റ്സ് ഹൈ പ്രഷർ എവിടെ വരുന്നു? ലാൻഡിൽ ഓവർ ദി ലാൻഡ് ആൻഡ് ലോ പ്രഷർ ഓവർ ദി സീ. കരയുടെ മുകളിൽ ഉച്ചമർദ്ദവും കടലിന് മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. തന്മൂലം എന്ത് സംഭവിക്കുന്നു? കരയിൽ നിന്ന് കടലിലേക്ക് കാറ്റ് വീശുന്നത് വിൻസ് ബ്ലോസ് ഫ്രം ലാൻഡ് ടു സീ. കരക്കാറ്റ്. ഇത് പരീക്ഷയ്ക്ക് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. അടുത്തത് അതേപോലെ സീ ബ്രീസ്. അടുത്തത് നോക്കുക, ശ്രദ്ധിക്കുക. ലാൻഡ് ഹീറ്റ്സ് അപ്പ് ക്വിക്ക്ലി ദാൻ ദ സീ ഡ്യൂറിങ് ഡേ ടൈം ആൻഡ് ഫോം എ ലോ പ്രഷർ ഓവർ ദി ലാൻഡ്. ഇവിടെ ശ്രദ്ധിക്കുക. പകൽ സമയം കര പെട്ടെന്ന് ചൂടാവും. രാത്രി കര പെട്ടെന്ന് തണുക്കുന്ന പോലെ പകൽ സമയത്ത് കര പെട്ടെന്ന് ചൂടാവും. പെട്ടെന്ന് ചൂട് പിടിച്ചാൽ അവിടെ എന്തായിരിക്കും? ലോ പ്രഷർ ആയിരിക്കും. ചൂട് കൂടിയ അവിടുത്തെ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയർന്നു പോകുന്നു. കാരണം അത് റൈസപ്പ് ചെയ്യുന്നു. കാരണം അതിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞ് റൈസപ്പ് ചെയ്യുന്നു, ഉയർന്നു പോകുന്നു. അവിടെ ഒന്നുമില്ല, വായു ഇല്ലെങ്കിൽ അവിടെ ലോ പ്രഷർ ആയിരിക്കും. പകൽ സമയത്ത് കര പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? ചൂട് പിടിക്കുന്നതിൻ്റെ ഫലമായി കരയിൽ ന്യൂനമർദ്ദം ലോ പ്രഷർ ഓവർ ദി ലാൻഡ്. അപ്പോൾ സംഭവിക്കുന്ന കാറ്റ് എവിടെ നിന്ന് അങ്ങോട്ടായിരിക്കും വീശുന്നത്? കരയിൽ ന്യൂനമർദ്ദമാണെങ്കിൽ വിൻസ് ബ്ലോസ് ഫ്രം ഹൈ പ്രഷർ സീ ടു ലോ പ്രഷർ ലാൻഡ്. വിൻഡ് എവിടുന്ന്? കടലിൽ നിന്ന് സീ ടു ലോ പ്രഷർ ലാൻഡിലേക്ക്, കരയിലേക്ക് വീശുന്നു. ഉച്ചമർദ്ദമുള്ള കടലിലെ തണുത്ത വായു കരയിലേക്ക് വീശുന്നു. അതിന് കടൽക്കാറ്റ് എന്ന് പറയുന്നു. ക്വസ്റ്റ്യനായിട്ട്
അടുത്തത് ശ്രദ്ധിക്കേണ്ടത് 2017 ഒരു മാർക്കിൻ്റെ ഒരു ചോദ്യം, ഐഡന്റിഫൈ ദ ലോക്കൽ വിൻസ് ദാറ്റ് ബ്ലോസ് ഡൗൺ ദി നോർത്തേൺ സ്ലോപ്പ് ഓഫ് ദി ആൽസ് മൗണ്ടൻ. ഒരു ലോക്കൽ വിൻസിനെ കുറിച്ചുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ആൽസ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വരത്തേക്ക് വീശുന്ന കാറ്റ് ഏതെന്നാണ് ചോദിക്കുക. ഐഡന്റിഫൈ ദി ലോക്കൽ വിൻസ് ദാറ്റ് ബ്ലോസ് ഡൗൺ ദി നോർത്തേൺ സ്ലോപ്പ് ഓഫ് ദി ആൽസ് മൗണ്ടൻ. ഇപ്പോൾ ഈ നോർത്തേൺ സ്ലോപ്പിലേക്ക് വീശുന്ന ഈ ലോക്കൽ വിൻസിന് പറയുന്ന പേര് ഫൊൻ എന്നാണ്. ഇത് നമുക്ക് വളരെ വിശദമായിട്ട് നോക്കാം. ഇതൊന്ന് എഴുതി വെക്കും. ഒരു മാർക്കിൻ്റെ ഒരു ചോദ്യം 2017 വന്നാണ് ഈ ലോക്കൽ വിൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഇത് നോക്കുക. കംപ്ലീറ്റ് ദി ടേബിൾ റിലേറ്റഡ് ടു ലോക്കൽ വിൻസ്. പ്രാദേശികവാദങ്ങളുമായി ബന്ധപ്പെട്ട ചില പട്ടികകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലൂ, ഫൊൻ, അതേപോലെ ഇവിടെ സഹാറ മരുഭൂമി വീശുന്ന പ്രാദേശികവാതകത, റോക്കി മൗണ്ടൻസ് വീശുന്ന പ്രാദേശികവാതകത. അപ്പോൾ ലൂ ഏത് പ്രദേശമാണ് വീശുന്നത്, ഫൊൻ ഏത് പ്രദേശമാണ് വീശുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അത് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഇനി അടുത്ത് നോക്കാം ലോക്കൽ വിൻസുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ലോക്കൽ വിൻസ്. ഇനി നമ്മൾ വാലി ബ്രീസും മൗണ്ടൻ ബ്രീസും കണ്ടു. ഇനി ലോക്കൽ വിൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2 ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. ആ 2 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഇനി. ഈ ലോക്കൽ വിൻസ് പ്രധാനമായിട്ട് ലോക്കൽ വിൻസ് ഒന്ന് ചിനൂക്ക്, ഒന്ന് ഫൺ, ഹാർമാറ്റൺ, ലൂ, മാംഗോ ഷവേസ്, കാൽവൈശാഖി. ആദ്യം ലോക്കൽ വിൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ലോക്കൽ വിൻസ് ആർ വിൻസ് ദാറ്റ് ബ്ലോ ഓവർ എ ലിമിറ്റഡ് ഏരിയ. താരതമ്യേന ചെറിയ പ്രദേശം മാത്രം അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ. താരതമ്യേന ചെറിയ പ്രദേശം മാത്രം അനുഭവപ്പെടുന്ന കാറ്റുകൾ, അതാണ് ലോക്കൽ വിൻസ്. അപ്പോൾ ചെറിയ പ്രദേശം നോക്കുക. ചിനൂക്ക് ഇത് എവിടെയാണ് വീശുന്നതെന്നാണ് ചോദ്യം എപ്പോഴും വരുന്നത്. ഹോട്ട് ലോക്കൽ, നേരത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഒരു ടേബിൾ കണ്ടായിരുന്നു, ഞാൻ ടേബിളിന് ഉത്തരം പറയാതിരുന്നത്. ഇത് വിശദീകരിച്ചിട്ട് നിങ്ങൾക്ക് അതിനെ കണ്ടെത്താൻ പറ്റും. ഹോട്ട് ലോക്കൽ വിൻ ദാറ്റ് ബ്ലോസ് ഡൗൺ ദി ഈസ്റ്റേൺ സ്ലോപ്പ് ഓഫ് ദി റോക്കി മൗണ്ടൻസ് ഇൻ നോർത്ത് അമേരിക്ക. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരിവിലൂടെ. ഹോട്ട് ലോക്കൽ വിൻ ദാറ്റ് ബ്ലോസ് ഡൗൺ ദി ഈസ്റ്റേൺ സ്ലോപ്പ് ഓഫ് ദി, അതാണ് ശ്രദ്ധിക്കുന്നത്, ഈസ്റ്റേൺ സ്ലോപ്പ് ഓഫ് ദി റോക്കി മൗണ്ടൻസ് ഇൻ നോർത്ത് അമേരിക്ക. ഉഷ്ണക്കാറ്റാണ് കേട്ടോ. അടുത്തത് ഫൺ. ഫൺ നോക്കുക. ബ്ലോസ് ഡൗൺ ദി നോർത്തേൺ സ്ലോപ്പ് ഓഫ് ദി ആൽസ് മൗണ്ടൻ. ആൽസ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വരയിലേക്ക് വീശുന്ന കാറ്റ്. ആൽസ് പർവ്വതനിര കടന്ന് വടക്കൻ, ബ്ലോസ് ഡൗൺ ദി നോർത്തേൺ സ്ലോപ്പ് ഓഫ് ദി ആൽസ് മൗണ്ടൻ. ആൽസ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വര ഭാഗത്തേക്ക് വീശുന്ന കാറ്റാണ് ഇത് ഫൺ. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത ഹാർമാറ്റൻ. ബ്ലോസ് ഫ്രം ദി സഹാറ ഡിസേർട്ട് ഫ്രം ദി വെസ്റ്റ് ആഫ്രിക്ക. ബ്ലോസ് ഫ്രം സഹാറ ഡിസേർട്ട്സ് ടുവേർഡ്സ് വെസ്റ്റ് ആഫ്രിക്ക. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന കാറ്റ് ഹാർമാറ്റൻ. അപ്പോൾ അടുത്ത 4ാമത്തെ ലൂ. ലൂ എന്താണ്? ഹോട്ട് വിൻഡ്. അത് ഇന്ത്യയിൽ വീശുന്ന കാറ്റുകൾ 3 എണ്ണമാണ്. ഇത് ഇന്ത്യയിലല്ല. ചിനൂക്കും ഫന്നും ഹാർമാറ്റനും ഇന്ത്യയിലല്ല. ഒന്ന് വെസ്റ്റ് ആഫ്രിക്ക സഹാറ ഡിസേർട്ടുമായി ബന്ധപ്പെട്ടാണ്, പിന്നെ ആൽസ് മൗണ്ടൻ ആണ്, പിന്നെ റോക്കി മൗണ്ടൻ ആണ്. ഇത് ചിനൂക്ക് റോക്കി മൗണ്ടൻ, ഫൺ ആൽസ് മൗണ്ടൻ ആൻഡ് ഹാർമാറ്റൻ സഹാറ ഡിസേർട്ട്. അങ്ങനെ ഓർത്തിരിക്കുക. റോക്കി മൗണ്ടൻ, ചിനൂക്ക്, ഫൺ, ആൽസ് മൗണ്ടൻ ആൻഡ് ഹാർമാറ്റൻ സഹാറ ഡിസേർട്ട്. ഇനി ഇന്ത്യയിൽ വീശുന്ന ലൂ. ലൂ എവിടെയാണ്? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലാണ്. ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ വീശുന്നതാണ്. അടുത്തത് നോക്കുക. മാംഗോ ഷവേഴ്സ്. ദക്ഷിണേന്ത്യയിൽ വീശുന്ന കാറ്റാണ്. ദക്ഷിണേന്ത്യയിൽ വീശുന്ന വേനൽക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന കാറ്റാണ് ദക്ഷിണേന്ത്യയിൽ. അടുത്തത് ബ്ലോസ് ഇൻ സൗത്ത് ഇന്ത്യ ഡ്യൂറിങ് സമ്മർ. അടുത്ത കാൽവൈശാഖി. ബ്ലോസ് ഇൻ വെസ്റ്റ് ബംഗാൾ റീജിയൻ ഡ്യൂറിങ് സമ്മർ. വെസ്റ്റ് ബംഗാളിൽ വീശുന്ന കാറ്റാണ് കാൽവൈശാഖി. ഇത് നമ്മുടെ 7ാമത്തെ ജോഗ്രഫിയുടെ പാഠത്തിലും ഈ കാൽവൈശാഖിയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ലോക്കൽ വിൻസിനെ കുറിച്ച് നമുക്കറിയാം. ഒരു മാത്സ് ഫോളോയിങ് ചോദിക്കാനുള്ള സാധ്യത ഈ പാഠത്തിൽ നിന്നില്ല, എങ്കിലും ചിലപ്പോൾ ഏതെങ്കിലും ഇതിൻ്റെ ഒരു വിസ്തീർണം ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. നെയിം ദ ഡ്രൈ ലോക്കൽ വിൻഡ് ദാറ്റ് ബ്ലോസ് ഡൗൺ ദി നോർത്തേൺ സ്ലോപ്പ് ഓഫ് റോക്കി മൗണ്ടൻ. കണ്ടോ, റോക്കി മൗണ്ടൻ വീശുന്ന കാറ്റ് ഏതാണ്? വാട്ട് ഈസ് അഗ്രികൾച്ചർ സിഗ്നിഫിക്കൻസ്? ഈ ചോദ്യത്തിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. ഇതിന് മാത്രമേ വലിയ എക്സ്പ്ലനേഷൻ നമ്മുടെ പാഠഭാഗത്ത് നൽകിയിട്ടുള്ളൂ. ഈ ലോക്കൽ വിൻസിന് ഏതാണ് റോക്കി മൗണ്ടൻസ് വീശുന്നത്? ഇതിൻ്റെ അഗ്രികൾച്ചർ സിഗ്നിഫിക്കൻസ് എന്താണ്? അത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക. ബ്ലോസ് ഡൗൺ ദി ഈസ്റ്റേൺ സ്ലോപ്പ് ഓഫ് റോക്കി മൗണ്ടൻസ് ഇൻ നോർത്ത് അമേരിക്ക. ബ്ലോസ് ഡൗൺ ഇതെവിടെയാണ്? ഈ റോക്കി മൗണ്ടനിലാണ് വീശുന്നത്. അത് ഏത് കാറ്റ്? ആ കാറ്റിൻ്റെ പേരെന്താണെന്നായിരുന്നല്ലോ ചോദിച്ചത്. അതിൻ്റെ പേരെന്തായിരുന്നു? ചിനൂക്ക്. ഇനി ഈ ചിനൂക്കിന് അഗ്രികൾച്ചർ സിഗ്നിഫിക്കൻസ് ആണ് പറയുന്നത്. അതാണ് ചോദിച്ചത്. ഇറ്റ് ഹെൽപ്സ് വീറ്റ് കൾട്ടിവേഷൻ ഇൻ കനേഡിയൻ ലോലാൻഡ്സ്. വീറ്റ് കൾട്ടിവേഷൻ ഇത് പ്രധാനമായും ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. ഈ ലോക്കൽ വിൻസ്, ഈ പ്രാദേശിക കാറ്റ് ഏതിന് അനുയോജ്യമാണ്? കനേഡിയൻ ലോലാൻഡ്സിൽ
ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. പിന്നെ ഇവിടെ മലയാളം മീഡിയത്തിൽ അധികം എഴുതിയിട്ടില്ല. ഇതിന് മറ്റൊരു പേരുണ്ട്, മഞ്ഞുതീനി. എന്താണ്? സ്നോ ഈറ്റർ. ആ ഒരു പോയിന്റ് എഴുതിയാലും മതി. ഇറ്റ് മെറ്റ്സ് ദി സ്നോ അലോങ് ദി ഈസ്റ്റേൺ സ്ലോപ്പ് ഓഫ് റോക്കീസ്. റോക്കി പർവ്വതനിരകളിലെ മഞ്ഞൊരുക്കുന്നതുകൊണ്ട് ഇതിന്റെ പേരെന്താണ്? സ്നോ ഈറ്റർ. ഈ കാറ്റ് വരുമ്പോൾ അടുത്ത മഞ്ഞ് ഒരുക്കാറുണ്ട്. ഇറ്റ് മെൽറ്റ്സ് ദി സ്നോ അലോങ് ദി ഈസ്റ്റേൺ സ്ലോപ്പ് ഓഫ് ദി റോക്കീസ്, സോ കോൾഡ് ആസ് സ്നോ ഈറ്റർ. അപ്പോൾ ഇത് പ്രധാനമായിട്ടും എവിടെയാണ് അഗ്രികൾച്ചർ സിഗ്നിഫിക്കൻസ്? ഇറ്റ് ഹെൽപ്സ് വീറ്റ് കൾട്ടിവേഷൻ കനേഡിയൻ ലോലാൻഡ്സ്. കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമാണ് റോക്കി പർവ്വതനിരയിൽ വീശുന്ന കാറ്റ്. അപ്പോൾ ഇത് നമ്മൾ നോക്കി. ഇനി അടുത്ത് നോക്കുക, ഹൗ ആർ സൈക്ലോൺസ് ഫോംഡ്. ഇവിടെ സൈക്ലോൺസ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇത് പുതിയതായിട്ട് ഈ പാഠപുസ്തകത്തിൽ ചേർത്ത ഒരു ഭാഗമാണ്. നമ്മുടെ കഴിഞ്ഞ വർഷം 2019 ചേർത്തൊരു ഭാഗമാണ്. അതുകൊണ്ട് ഇതിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദി സൈക്ലോൺസ് ഇൻ നോർത്തേൺ ആൻഡ് സതേൺ ഹെമിസ്ഫിയർ. ചക്രവാതങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെ? ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും ചക്രവാതങ്ങൾക്ക് എന്ത് വ്യത്യാസമാണുള്ളത്? ഇത് നമ്മളിപ്പോൾ ലോക്കൽ വിൻസ് കണ്ടു, മൺസൂൺ വിൻസ് കണ്ടു, പ്ലാനറ്ററി വിൻസ് കണ്ടു. ഇനി നാലാമത്തെ ഒരു വിൻസാണ് ഈ സൈക്ലോണും ആൻറ്റി സൈക്ലോണും. അതിനെ പറയുന്നത് വേരിയബിൾ വിൻസ് എന്നാണ്. ഇവിടെ ചോദിച്ചേക്കുന്നത് ചക്രവാതങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെ? ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും ചക്രവാതങ്ങൾക്ക് എന്ത് വ്യത്യാസമാണുള്ളത്? അടുത്ത ഇതേ രീതിയിലുള്ള ചോദ്യം നോക്കുക. SLC മോഡൽ 2020 5 മാർക്കിൻ്റെ ചോദ്യം ചോദിച്ചാൽ. അപ്പോൾ 2020 മുതൽ ഈ ചോദ്യത്തിന് ഭയങ്കര ആകർഷണീയതയാണ്. കാരണം ഇത് പുതിയതായി പാഠഭാഗത്ത് ചേർത്തുകൊണ്ട്. വാട്ട് ആർ വേരിയബിൾ വിൻസ്? ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സൈക്ലോൺസ് ആൻഡ് ആൻറ്റി സൈക്ലോൺസ്. അസ്ഥിരവാദങ്ങൾ എന്നാൽ എന്ത്? ചക്രവാദങ്ങളും പ്രതിചക്രവാദങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ത്? വേരിയബിൾ വിൻസ് ആണ് ഇത്, അസ്ഥിരവാദങ്ങളാണ്. അപ്പോൾ ഇത് സ്ഥിരമായിട്ടുള്ള കാറ്റുകളൊന്നും അല്ല, അസ്ഥിരവാദങ്ങൾ. ഓരോ പ്രദേശം അന്തരീക്ഷ സ്ഥിതിയിലുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യം വേരിയബിൾ വിൻസ്. വാട്ട് ആർ വേരിയബിൾ വിൻസ്? വേരിയബിൾ വിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിൻസ് വിത്ത് എൻറ്റയർലി ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഫോംഡ് ഡ്യൂറിങ് സർട്ടൈൻ അറ്റ്മോസ്ഫിയറിക് സിറ്റുവേഷൻസ്. വിൻസ് വിത്ത് എൻറ്റയർലി ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ചില പ്രത്യേക അന്തരീക്ഷാവസ്ഥകൾ രൂപം കൊള്ളുന്നു തികച്ചും വ്യത്യസ്ത സ്വഭാവ സവിശേഷതയോടുകൂടിയ കാറ്റുകൾ. അതായത് വിൻസ് വിത്ത് എൻറ്റയർലി ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഫോംഡ് ഡ്യൂറിങ് സർട്ടൈൻ അറ്റ്മോസ്ഫിയറിക് സിറ്റുവേഷൻസ്. ചില പ്രത്യേക സ്വഭാവ സവിശേഷത കൂടിയാണ്, ചില അന്തരീക്ഷാവസ്ഥകളിൽ മാത്രം രൂപപ്പെടുന്നതാണ്, അല്ലാണ്ട് എപ്പോഴും ഒന്നും ഉണ്ടാകുന്നതല്ല. ഏതെങ്കിലും ചില അന്തരീക്ഷാവസ്ഥകളിൽ മാത്രം രൂപപ്പെടുന്നതാണ്. നമുക്ക് അറിയാം, ഗ്രൗണ്ടിലൊക്കെ വലിയ ചുഴലിക്കാറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഈ വേരിയബിൾ വിൻസാണ്. അതാണ് ഈ ചക്രവാതങ്ങൾ, അതേപോലെ പ്രതിചക്രവാതങ്ങളൊക്കെ ചുഴലിക്കാറ്റുകൾ രൂപപ്പെടുന്നത്. അപ്പോൾ അത് എന്താണെന്ന് നോക്കാം. കൃത്യമായിട്ട് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. 2-3 കാര്യങ്ങളേ ഉള്ളൂ. ഒരെണ്ണം ചക്രവാതം പഠിച്ചാൽ പ്രതിചക്രവാതം പഠിക്കാൻ പറ്റും. സൈക്ലോൺസ് പഠിച്ചാൽ ആൻറ്റി സൈക്ലോൺസ് പഠിക്കാം. വളരെ എളുപ്പമാണ്. ആദ്യം ഇതെങ്ങനെയാണ്? ഫോർമേഷൻ ഓഫ് ലോ പ്രഷർ അറ്റ് ദി സെൻറ്റർ സറൗണ്ടഡ് ബൈ ഹൈ പ്രഷർ റീജിയൻസ്. അതായത് അന്തരീക്ഷത്തിൽ ഒരു ന്യൂനമർദ്ദ പ്രദേശവും അതിന് ചുറ്റുമായി ഉച്ചമർദ്ദവും സൃഷ്ടിക്കുന്നതാണ് പ്രതിചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണം. ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിയണമെന്നില്ല. ഇവിടെ നോക്കുക, നമ്മളൊരു ഇതൊരു ഗ്രൗണ്ടാണെന്ന് വിചാരിക്കുക. ഈ ഗ്രൗണ്ടിൽ സെൻറ്ററിൽ ലോ പ്രഷറാണ്. നിങ്ങളുടെ സ്കൂൾ ഗ്രൗണ്ട്, ഈ സെൻറ്ററിൽ ലോ പ്രഷർ. അപ്പോൾ ഈ സെൻറ്ററിലെ ലോ പ്രഷറാണ് എങ്കിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ ചുറ്റും ഹൈ പ്രഷറും ഉണ്ടെന്ന് വിചാരിക്കുക. ചുറ്റും ഹൈ പ്രഷർ, അതിൻ്റെ ആ ഗ്രൗണ്ടിൻ്റെ മധ്യത്തിൽ ലോ പ്രഷർ. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് കാറ്റ് വീശും. അടുത്തടുത്ത് 2 മർദ്ദങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വലിയ കാറ്റ് വീശാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ചുഴലിക്കാറ്റൊക്കെ ഉണ്ടാകുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? അന്തരീക്ഷത്തിൽ ഒരു ന്യൂനമർദ്ദ പ്രദേശം അതെവിടെയാണ്? നടുക്ക്. അതിന് ചുറ്റുമായി ഉച്ചമർദ്ദം, അതിന് ചുറ്റുമായിട്ട് ഉച്ചമർദ്ദം. ഇവിടെ ഹൈ പ്രഷർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ലോ പ്രഷർ, അതിന് ചുറ്റും ഹൈ പ്രഷർ, ഒരു ലോ പ്രഷർ, അതിന് ചുറ്റും ഹൈ പ്രഷർ. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വിൻസ് ബ്ലോ ടുവാർഡ്സ് ലോ പ്രഷർ സെൻറ്റേഴ്സ് ഫ്രം സറൗണ്ടിങ് ഹൈ പ്രഷർ. അപ്പോൾ ന്യൂനമർദ്ദം സൃഷ്ടിക്കപ്പെട്ട കേന്ദ്രത്തിലേക്ക് ചുറ്റുമുള്ള ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുന്നു? അതിശക്തമായ കാറ്റ് വീശുന്നു. അപ്പോൾ കാറ്റ് വീശുന്ന നോക്കിയാൽ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ ക്ലോക്ക് സൂചി തിരിയുന്ന പോലെയാണോ? അല്ല, എതിർ ഘടികാര ദിശയിലല്ല, എതിർ ഘടികാര ദിശ. ഇതിനാണ് എതിർ ഘടികാര ദിശ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എതിർ ഘടികാര ദിശയിൽ കാറ്റ് സെൻറ്ററിലേക്ക് വീശും, ചുറ്റുമെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് വീശും. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അന്തരീക്ഷത്തിൽ ഒരു ന്യൂനമർദ്ദ പ്രദേശം, അതെവിടെയാണ്? സെൻറ്ററിൽ. അതിന് ചുറ്റുമായ ഒരു ഉച്ചമർദ്ദം സൃഷ്ടിക്കുമ്പോഴാണ് ഈ സൈക്ലോൺസ് രൂപപ്പെടുന്നത്. അതായത് ഫോർമേഷൻ ഓഫ് ലോ പ്രഷർ അറ്റ് ദി സെൻറ്റർ സറൗണ്ടഡ് ബൈ ഹൈ പ്രഷർ റീജിയൻ. അതിന് ചുറ്റും ഹൈ പ്രഷർ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? വിൻസ് ബ്ലോസ് ടുവാർഡ്സ് ലോ പ്രഷർ സെൻറ്റേഴ്സ് ഫ്രം സറൗണ്ടിങ് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക്, അതായത് ഉച്ചമർദ്ദത്തിൽ നിന്ന് ന്യൂനമർദ്ദത്തിലേക്ക് ശക്തമായ കാറ്റ് വീശും. അത് ഏത് ഡയറക്ഷനിലാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. ഇത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. നമ്മുടെയൊക്കെ അർദ്ധഗോളത്തിൽ ഇങ്ങനെയാണ് വീശുന്നത്. ഈ സൈക്ലോൺസ് വീശുന്നത് നമ്മുടെയൊക്കെ അർദ്ധഗോളത്തിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയാണ്? ആൻറ്റി ക്ലോക്ക് വൈസിൽ. എന്നാൽ ഇത് സതേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സതേൺ ഹെമിസ്ഫിയറിലേക്ക് പോകുമ്പോൾ കണ്ടോ? ക്ലോക്ക് വൈസ് കണ്ടോ? ക്ലോക്കിലെ സൂചി സഞ്ചരിക്കുന്ന പോലെ
ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സദേൺ ഹെമിസ്ഫിയറിൽ. ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റ് വീശുന്നത് എതിർ ഘടികാര ദിശയിൽ, നമ്മൾ ഉത്തരാർദ്ധഗോളത്തിലാണല്ലോ. എന്നാൽ ദക്ഷിണാർദ്ധഗോളത്തിൽ ഈ കാറ്റ് വീശുന്നത് ഘടികാര ദിശയിൽ. ഇനി ഇത് രണ്ട് രീതിയിലുള്ള സൈക്ലോൺസ് ഉണ്ട്, ചക്രവാതങ്ങൾ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ട്രോപ്പിക്കൽ സൈക്ലോൺസും ഒന്ന് ടെമ്പറേറ്റ് സൈക്ലോൺസും. അതായത് ചക്രവാതങ്ങൾ രണ്ട് രീതിയുണ്ട്. ഒന്ന് ഉഷ്ണമേഖലാ ചക്രവാതങ്ങളും മറ്റൊന്ന് മിതോഷ്ണ ചക്രവാതങ്ങളാണ്. ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ, മിതോഷ്ണ ചക്രവാതങ്ങൾ. നമ്മുടെ ഇവിടെ ഈ അടുത്തായിട്ട് ഓക്കി ചുഴലിക്കാറ്റുണ്ടായി, അത് ഉഷ്ണമേഖലാ ചക്രവാതമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപപ്പെട്ട ഇതാണ്. അത് ഉഷ്ണമേഖല ചക്രവാതങ്ങളുടെ ഒരു ഉദാഹരണമാണ് ഓക്കി ചുഴലിക്കാറ്റ്. അപ്പോൾ രണ്ട് ചക്രവാതങ്ങളുണ്ടെന്ന് വിചാരിക്കുക, ഉഷ്ണമേഖല ചക്രവാതം, മിതോഷ്ണമേഖല ചക്രവാതം. അപ്പോൾ ഇത്രയും പോയിന്റുകൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം, ഇത് ഏത് ഡയറക്ഷനിലാണ് വീശുന്നത് എന്നുള്ളത്. അടുത്ത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആൻറ്റി സൈക്ലോൺസ്. നോക്കാം. വിൻസ് ബ്ലോസ് ഫ്രം ഹൈ പ്രഷർ സെൻറ്റർ ടു ദി സറൗണ്ടിങ് ലോ പ്രഷർ ഏരിയ. അപ്പോൾ ഇവിടെ സെൻറ്ററിൽ എന്തായിത്തീരുന്നു? നേരത്തെ ലോ പ്രഷർ ആയിരുന്നു, സെൻറ്ററിൽ ഹൈ പ്രഷറായി. ഇവിടെ ഹൈ പ്രഷർ കണ്ടോ, സറൗണ്ടിങ്സ് ഹൈ പ്രഷർ സെൻറ്റർ. അപ്പോൾ ലോ പ്രഷർ എന്തായിരിക്കും? അതിൻ്റെ സറൗണ്ടിങ് റീജിയൻസിൽ ലോ പ്രഷർ. ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്ന് ചുറ്റുമുള്ള ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്ക് ശക്തമായി കാറ്റ് വീശുന്നു. അപ്പോൾ ഈ ഉച്ചമർദ്ദം നടുക്ക് നിന്ന് എങ്ങോട്ട് വീശുന്നു? ഇത് ആരോമാർക്ക് അപ്പുറത്തേക്കല്ലേ? ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്ക്, ന്യൂനമർദ്ദ പ്രദേശങ്ങളിൽ ശക്തമായി കാറ്റ് വീശുന്നു. ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്ക് കാറ്റ് വീശുന്നു. അപ്പോൾ അത് നോക്കുക, അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? അത്രേ മാത്രമേ ഉള്ളൂ. ഇനി അതിൻ്റെ ഡയറക്ഷൻ, സെൻറ്ററിൽ ഹൈ പ്രഷറാണ്, ഇവിടെ പുറമെ ലോ പ്രഷർ. മറ്റേതിൽ സൈക്ലോൺസിൽ സെൻറ്ററിൽ ലോ പ്രഷർ, പുറമെ ഹൈ പ്രഷർ ആയിരുന്നു. അപ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റ്. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. കണ്ടോ ഇതിൻ്റെ ഡയറക്ഷൻ നോക്കിയേ, ഈ ആരോമാർക്ക് പോയേക്കുന്ന ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നോർത്തേൺ ഹെമിസ്ഫിയർ. നമ്മൾ സൈക്ലോൺസിൽ കണ്ടത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരുന്നു നോർത്തേൺ ഹെമിസ്ഫിയറിൽ. അപ്പോൾ ഇത് രണ്ടും അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കാര്യമേ ഒന്നും പഠിക്കാനില്ല. ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റ് വീശുന്നത് ഘടികാര ദിശയിൽ. ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ സദേൺ ഹെമിസ്ഫിയർ നോക്കി, അത് നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ദക്ഷിണാർദ്ധഗോളത്തിൽ കാറ്റ് വീശുന്നത് എതിർ ഘടികാര ദിശയിലുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതുവരെ 2015 മുതൽ 2020 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനെ അനുസരിച്ചുള്ള വിശകലനമായിരുന്നു നടത്തിയിരുന്നത്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം തുടർന്നുള്ള വീഡിയോസുകൾ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക.